Hello all. So let's start the session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽസിനെ കുറിച്ചാണ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ പറയട്ടോ. ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക്കലി മെംബ്രെയിൻ പൊട്ടൻഷ്യൽസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. മെംബ്രെയിൻ പൊട്ടൻഷ്യൽസ് എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാനുണ്ട്, ഗ്രേഡഡ് പൊട്ടൻഷ്യൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വളരെ വൃത്തിയായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ കുറെ എന്താ പറയുക ഗ്രാഫുകളും മനസ്സിലാകാത്ത കുറെ ഇലക്ട്രോ ഫിസിയോളജിക്കൽ ഗ്രാഫുകളും സ്റ്റഡീസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന് അത് മനസ്സിലാകാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രൂപം ഇസ് ടോട്ടലി ഡിഫറെന്റ്. പക്ക കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഓരോ ടേമും പഠിക്കുമ്പോൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന ടേം പഠിക്കുമ്പോൾ ആ ടേമിന്റെ ഡെഫിനിഷൻ ആണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, വാട്ട് ഡു യു മീൻ ബൈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ? നമുക്കറിയാം, ഒരു നെർവ് അല്ലെങ്കിൽ ഒരു ന്യൂറോൺ, നമ്മളിപ്പോ ഞാനൊരു സാധനത്തിന് തൊടുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക, ജസ്റ്റ് ടച്ചിങ് ദിസ് ഓർ എന്നെ ഒരു തീ, ഒരു ബേൺസ് അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുള്ള ഒരു സാധനത്തോടെ ഞാൻ തൊടുന്നു, ഒരു പാത്രത്തിന്റെ മേലെ, ചൂടുള്ള ഒരു പാത്രത്തിന്റെ മേലെ തൊടുമ്പോൾ ആ സെൻസേഷനെ ഞാൻ അറിയുന്നുണ്ട് അല്ലെ? ആ സെൻസേഷനെ ഞാൻ അറിഞ്ഞു. അപ്പൊ ആ സെൻസേഷൻ, എൻ്റെ ഈ കയ്യിലുള്ള സെൻസേഷൻ ഞാൻ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിൽ എത്തണം. സോ ഇവിടെയുള്ള സെൻസേഷനെ ക്യാരി ചെയ്യണം. ആര് ക്യാരി ചെയ്യണം? ഇവിടെയുള്ള നെർവ് എൻഡിങ്സുകൾ ക്യാരി ചെയ്യണം, ന്യൂറോൺസ് ക്യാരി ചെയ്യണം അല്ലെ? ആ ന്യൂറോൺസ് ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തൊട്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സ്റ്റിമുലസ് ഉണ്ടല്ലോ, ആ സ്റ്റിമുലസിന് ഒരു സ്ട്രെങ്ത് വേണം. ആ സ്ട്രെങ്ത്, അത് അത്ര സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ടൈം പീരീഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ തൊടുന്നു, വളരെ മില്ലി സെക്കൻഡ്, ചിലപ്പോൾ ഞാൻ ആ ഒരു ചൂട് അറിഞ്ഞിട്ടുണ്ടാവില്ല. നല്ല ചൂടായിട്ടുള്ളൊരു പാത്രമായിരിക്കും, അതിന്റെ മേലെ ഞാൻ തൊടുമ്പോൾ എനിക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ആ ഒരു പർട്ടിക്കുലർ സെൻസേഷൻ അറിയുന്നുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ നെർവിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് സംതിങ് ടു ബി ട്രാൻസ്മിറ്റഡ് അല്ലെ? ഒരു സിഗ്നലിന്റെ ആവശ്യകത അവിടെ ഉണ്ട്. ആ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ മക്കളെ? ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ആ പ്രൊപ്പഗേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ സ്ട്രെങ്ത്തും വേണം. മനസ്സിലായോ? സോ നമ്മൾ മെംബ്രെയിൻ പൊട്ടൻഷ്യൽസിനെ പറയുമ്പോൾ ഒരു സ്റ്റിമുലസ് ഒന്നും വരാത്തൊരു സ്റ്റേറ്റില്, റെസ്റ്റിംഗ് സ്റ്റേറ്റില് ഒരു നെർവിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഇനി ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ആ സ്റ്റിമുലസിന് ഒരു പ്രൊപ്പഗേറ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയത് എൻ്റെ ബ്രെയിനിൽ എത്തണം അല്ലെ? സ്പൈനൽ കോഡ് വഴി എൻ്റെ ബ്രെയിനിൽ എത്താൻ ട്രാൻസ്മിഷൻ നടക്കണം, പ്രൊപ്പഗേഷൻ നടക്കണം. ആ പ്രൊപ്പഗേഷൻ നടക്കാൻ പറ്റുന്ന അത്രത്തോളം സ്ട്രെങ്ത് ഇല്ലാത്ത ടൈപ്പ് പൊട്ടൻഷ്യൽസ്. എന്നാൽ ചില പൊട്ടൻഷ്യൽസിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പൊട്ടൻഷ്യൽസിനും ആ സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ്. സോ മൂന്ന് രീതിയിലാണ്. ഒന്ന് റെസ്റ്റിംഗ് ടൈമിൽ, ഒന്ന് അത്രത്തോളം സ്ട്രെങ്ത് ഇല്ലാത്തത്, ഒന്ന് സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, ഈ മൂന്ന് പൊട്ടൻഷ്യൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ CNS ഇൻട്രോ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മുടെ ആപ്പിൽ ഉണ്ടാകും, അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇപ്പൊ ഒരു നെർവ്
വേറൊരു നെർവുമായിട്ട് നമുക്കറിയാം സിനാപ്സുകൾ ഉണ്ടാക്കും എന്നറിയാം അല്ലെ. മസിൽസുമായിട്ട് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഉണ്ടാകും. ന്യൂറോണും തമ്മിൽ സിനാപ്സുകൾ ഉണ്ടാകും. സോ ഈ സിനാപ്സിൽ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് നെർവ് കണ്ടക്ട് ചെയ്യണം, നെർവിന്റെ സിഗ്നൽ കണ്ടക്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിനാപ്സിലൂടെ കണ്ടക്ട് ചെയ്യണം. സോ ആ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ടെൽ ഏത് ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. വെദർ ഇപ്പം ഈ ഒരു സാധനം, ഈ ഒരു ന്യൂറോൺ ഒന്നെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാം, മോനെ നീ ഫങ്ഷൻ ചെയ്യേ, നിന്റെ മേല് സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിന്റെ മേലെ പ്രൊപ്പഗേഷൻ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ നിന്റെ മേലെ സിഗ്നൽ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യാം മക്കളെ, സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവനെ ഇൻഹിബിറ്റ് ചെയ്യാം. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് മെക്കാനിസംസ്. ഒന്നെങ്കിൽ അതിനെ എക്സൈറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കാം. എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആവശ്യമാണ്. ദാറ്റ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ ഗ്ലൂട്ടമേറ്റും അസ്പാർട്ടേറ്റും. ഇത് നമ്മുടെ ഈ ഡിസ്കഷൻ കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഗ്ലൂട്ടമേറ്റിന്റെയും അസ്പാർട്ടേറ്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ഇൻഹിബിറ്ററി ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ? ദേ ആർ ഗ്ലൈസിൻ, ഗാബ. ഗ്ലൈസിൻ എവിടെയാണടാ? സ്പൈനൽ കോഡില. ഗാബ എവിടെയാണടാ? ബ്രെയിനില. ഇവർ ഇൻഹിബിറ്ററിയാണ്. ദേ ആർ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഏതൊക്കെയാണ് എക്സൈറ്റേറ്ററി? ഗ്ലൂട്ടമേറ്റും അസ്പാർട്ടേറ്റും. ഏതൊക്കെ ഇൻഹിബിറ്ററി? ഗ്ലൈസിനും ഗാബയും. ഓക്കെ അല്ലേ? ഇവരെന്താ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കും. സോഡിയം ചാനലിനെയും പൊട്ടാഷ്യം ചാനലിനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. ഇതിപ്പോ അവിടെ നിൽക്കട്ടെ, ഇത് നമ്മൾ CNS ഇൻട്രോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ്. വിൽ ഡിസ്കസ്. നിങ്ങൾ മനസ്സിലാക്കുക, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ? മെംബ്രെയിന് അറ്റ് റെസ്റ്റ് ദർ ഇസ് എൻ പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് പീരീഡിൽ, റെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസും വരാത്ത, സ്റ്റിമുലസ് ഒന്നും വന്നിട്ട് അതിനൊരു ബുദ്ധിമുട്ടും ചെയ്യാത്തൊരു സമയത്ത് ആ റെസ്റ്റിംഗ് പീരീഡിൽ ആ മെംബ്രെയിനിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സ്വാഭാവികമായിട്ടും അതൊരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകൂലേ? നിങ്ങൾ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ മില്ലി വോൾട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ ഡിഫറൻസ് വരുന്നത്, അല്ലാതെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ ഇതുകൊണ്ട് സംസാരിക്കുന്നത്, വോൾട്ടേജ് കൊണ്ട് സംസാരിക്കുന്നത്. ഒരു സ്ഥലത്തുള്ള പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, അതാണല്ലോ ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണെങ്കിലും ബാക്കിയുള്ള പൊട്ടൻഷ്യൽസ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, വാട്ട് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ? ഡെഫിനിഷൻ ഇതാണ്: മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അറ്റ് റെസ്റ്റ്. റെസ്റ്റിംഗ് പീരീഡിലെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ന്യൂറോണിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ ആവശ്യം? നോർമലി പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വോൾട്ടേജസ് അല്ലെ. എന്തിനാണ് അങ്ങനെ വോൾട്ടേജിന്റെ ഡിഫറൻസ് വരേണ്ട ആവശ്യം? ഇവര് 0 ആയിട്ട് നിന്നാ പോരെ, 0 പൊട്ടൻഷ്യലിൽ നിന്നാ പോരെ, റെസ്റ്റിംഗ് അല്ലേ, 0-ൽ നിന്നാ പോരെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. 0-ൽ അത് നിൽക്കില്ല. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ഒരു റെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിന് ഒരു പൊട്ടൻഷ്യൽ വരാൻ കാരണം? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എല്ലാ എക്സൈറ്റബിൾ ടിഷ്യൂസും, എന്താ എക്സൈറ്റബിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റിമുലസ് വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ പ്രൊപ്പഗേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ചെയ്യപ്പെടുന്ന എല്ലാ ടിഷ്യൂസിനും എന്തുണ്ട് മക്കളെ? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ന്യൂറോണിന് മാത്രമല്ല റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ന്യൂറോണിന് മാത്രമല്ല, സ്കെലറ്റൽ മസിലിനുണ്ട്, കാർഡിയാക് മസിലിനുണ്ട്, സ്മൂത്ത് മസിലിനുണ്ട്, റോഡ്സിന്, കോൺസിനുണ്ട്, RBCക്ക് പോലും എന്തുണ്ട് മക്കളെ? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓരോന്നിന്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മളെപ്പോഴും ന്യൂറോണിന്റെ വാല്യൂ ആണ് പറയാം, -70 മില്ലി വോൾട്ട്, -70 മില്ലി വോൾട്ട്. സോ അറ്റ് റെസ്റ്റ് മെംബ്രെയിൻ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ മക്കളെ. മെംബ്രെയിൻ, എക്സൈറ്റബിൾ ടിഷ്യൂസിന്റെ മെംബ്രെയിൻസിലാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുക. എല്ലാ എക്സൈറ്റബിൾ ടിഷ്യൂസിനും ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാൻ കാരണം? നമുക്കറിയാം സെൽ മെംബ്രെയിൻ, എല്ലാ സെല്ലുകളും ബൗണ്ടഡ് ബൈ സെൽ മെംബ്രെയിൻ ആണല്ലോ, പ്ലാസ്മ മെംബ്രെയിൻ ആണല്ലോ. ദേ ആർ സെലക്ടീവ്ലി പെർമിയബിൾ ഓർ ദേ ആർ സെമി പെർമിയബിൾ.
നോട്ട് ഫുള്ളി പെർമിയബിൾ. വരുന്ന എല്ലാവരെയും അകത്തേക്ക് കയറ്റി വിടുന്ന ആൾക്കാരല്ല. ദേ ആർ സെലക്ടീവ്ലി പെർമിയബിൾ. ദാറ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നോട്ട് എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് തന്നെ എഴുതുക. ഇങ്ങനെ തന്നെ എഴുതുക. എക്സൈറ്റബിൾ ടിഷ്യൂസിന്റെ മെംബ്രെയിൻസ് ആർ സെലക്ടീവ്ലി പെർമിയബിൾ. ഓക്കെ, ദേ ആർ സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്കാണ് പെർമിയബിലിറ്റി കൂടുതൽ ഉണ്ടാകുക. ചില അയോൺസിന് നല്ല പെർമിയബിലിറ്റിയാണ്, ചില അയോൺസിന് ലെസ് പെർമിയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവരെ സെലക്ടീവ്ലി പെർമിയബിൾ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻസ് എന്ന് നമ്മൾ പറയും. സോ നമുക്കറിയാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള അയോണുകൾ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് അയോണുകൾ ഉണ്ട്, ശ്രദ്ധിക്കാം. നമുക്ക് സോഡിയം ഉണ്ടടാ, നമുക്ക് പൊട്ടാസ്യം ഉണ്ടടാ, നമുക്ക് ഓക്കെ, നമുക്ക് സോഡിയം ഉണ്ട്, നമുക്ക് പൊട്ടാസ്യം ഉണ്ട്, നമുക്ക് ക്ലോറൈഡ് ഉണ്ട്, നമുക്ക് കാൽഷ്യം ഉണ്ട്, നമുക്ക് ഫോസ്ഫേറ്റുകൾ ഉണ്ട്, അല്ലെ? നമുക്ക് ആനയോണുകൾ, എന്താ പറയാ, ആനയോണിക് പ്രോട്ടീൻസുകൾ ഉണ്ട്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജഡ് പ്രോട്ടീൻസ് ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മളൊരു സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇഫ് ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കാം. ഈ സെല്ലിന്റെ ഉള്ളില് നമ്മൾ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും, ഇതിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും, അല്ലെ? ഈ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലും വി ഹാവ് സം ചാർജസ് അല്ലെങ്കിൽ സം അയോൺസ് ലൈക്ക് സോഡിയം പൊട്ടാഷ്യം പോലത്തെ അയോണുകൾ ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഇതുപോലെ തന്നെ അയോണുകൾ ഉണ്ട്. പക്ഷേ ഈ അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് ആണ്. ചില അയോൺസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് നന്നായിട്ടുണ്ടാകുക, ചില അയോൺസ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ് നന്നായിട്ടുണ്ടാകുക. എമൗണ്ട് കൂടുതൽ ഉണ്ടാകുക, ഡിഫറൻസ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരാൻ കാരണം? പല കുട്ടികളും ചോദിക്കും, എന്താ ഇപ്പൊ അങ്ങനെ ഡിഫറൻസിന്റെ ആവശ്യം എന്താ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഒരേമാതിരി വെക്കുക, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഒരേമാതിരി വെച്ചൂടെ? ഇവര് നോർമലായി നിന്നൂടെ? ഇപ്പം ഇതിന്റെ ഇവിടെ 10 സോഡിയം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ 10 സോഡിയം പുറത്തും ഉണ്ടെങ്കിൽ ഇത് ബാലൻസ് ആയില്ലേ? പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിന്നാ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിക്കോസ് ഇത്രേ പറയുന്നുള്ളൂ, ഈ കിടക്കുന്ന മെംബ്രെയിൻ ഉണ്ടല്ലോ മക്കളെ, ദേ ആർ സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ഇവർ ചില ആൾക്കാർക്ക് പെർമിയബിൾ ആകുന്നുള്ളൂ. അതിന് കാരണം എന്താ? പെർമിയബിൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിലൂടെ പുറത്തോട്ട് പോകാനും എളുപ്പത്തിൽ പുറത്തോട്ട് പോകാനും എളുപ്പത്തിൽ ഉള്ളിലോട്ട് വരാനും സാധിക്കുകയുള്ളൂ. ആ സാധ്യതയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമുക്ക് പല അയോണുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പല അയോണുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ലിനാക്ക RC അല്ലെ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, ഈ ഒരു രീതിയിലാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരാ? അതില് മോർ ഹൈഡ്രേറ്റഡ് ആണ് സോഡിയം ആയിരിക്കും. നിങ്ങൾ നോക്കൂ, കണ്ടക്ടൻസ് നോക്കൂ, സീസിയം, റുബീഡിയം, ദെൻ പൊട്ടാസ്യം. കണ്ടക്ടൻസ് കൂടുതലായിരിക്കാം പൊട്ടാസ്യത്തിനാണ് ആരെക്കാളും, സോഡിയത്തിനേക്കാളും. ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുക. ഇത്രേ നിങ്ങൾ ആലോചിക്കാനുള്ളൂ. ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം ഈസ് സ്മോളർ ദാൻ ഹൈഡ്രേറ്റഡ് സോഡിയം, അല്ലെ? കാരണം എന്താ? സോഡിയാണ് കൂടുതൽ ഹൈഡ്രേറ്റഡ് ആവുക, ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം വളരെ ചെറുതാണ്. സോ ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യത്തിന് നമ്മുടെ സെൽ മെമ്പറയിലൂടെ എളുപ്പത്തിൽ പാസ് ചെയ്യാൻ പറ്റും വെൻ കമ്പയർഡ് ടു സോഡിയം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഞാൻ പറഞ്ഞു സെലക്ടീവ്ലി പെർമിയബിൾ ആയിരിക്കും മെമ്പറൈൻസ് എന്ന്. സെലക്ടീവ്ലി മെമ്പറൈൻസ് പെർമിയബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ മക്കളെ. ഏതാണോ എളുപ്പത്തിൽ പാസ് ചെയ്യുക അവർ എളുപ്പത്തിൽ പാസ് ചെയ്യും, അല്ലെ? എളുപ്പത്തിൽ അവർക്ക് ഏറ്റവും ചെറിയതായിട്ടുള്ള സാധനത്തിന് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇത് സെൽ മെമ്പറൈൻ ക്രോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത്. സോ സോഡിയത്തിനേക്കാൾ നല്ല പെർമിയബിൾ ആരാണ് മക്കളെ? പൊട്ടാസ്യം ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ മതി. വിച്ച് ഈസ് മോർ പെർമിയബിൾ? പൊട്ടാസ്യം. വിച്ച് ഈസ് മോർ പെർമിയബിൾ? പൊട്ടാസ്യം. വിച്ച് ഈസ് ലെസ് പെർമിയബിൾ? സോഡിയം. സോഡിയം പെർമിയബിൾ എല്ലാം നമ്മളങ്ങ് കരുതുക, സോഡിയം ഈസ് നോൺ പെർമിയബിൾ എന്ന് നമ്മൾ കരുതുക. ഓക്കെ, അപ്പം ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നൊരു സാധനം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് പെർമിയബിൾ ആയിട്ടുള്ള സാധനങ്ങളെ പുറത്തോട്ട് പോകുള്ളൂ. സോ ഈ പെർമിയബിൾ ആയിട്ടുള്ള അയോണുകളെ നമുക്ക് ഡിഫ്യൂസിബിൾ അയോൺസ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയാ, ഈ പെർമിയബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഡിഫ്യൂസിബിൾ അയോൺസ് എന്ന് പറയാം. സോ ആ ഡിഫ്യൂസിബിൾ അയോണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയോൺ ആണ് പൊട്ടാസ്യം. ആ ഡിഫ്യൂസിബിൾ അയോണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയോൺ ആണ് പൊട്ടാസ്യം. റെഡി പറയുന്നത് കേൾക്കുക. സോ വി ഹാവ് മോർ പെർമിയബിൾ ആയിട്ടുള്ള പൊട്ടാസ്യവും പിന്നെ അതിനോടൊപ്പം കൂടെ ചേർക്കാൻ പറ്റുന്ന ആളാണ് ക്ലോറൈഡും. സോ രണ്ട് ഡിഫ്യൂസിബിൾ അയോണുകളുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ പൊട്ടാസ്യം ആൻഡ് ക്ലോറൈഡ്, ദേ ആർ ഡിഫ്യൂസിബിൾ അയോൺസ്.
ദെൻ വി ഹാവ് നോൺ ഡിസ്ഫ്യൂസബിൾ അല്ലെങ്കിൽ നോൺ പെർമിയബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ലെസ് പെർമിയബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും സോഡിയം, കാൽഷ്യം, ഫോസ്ഫേറ്റ് ആൻഡ് പ്രോട്ടീൻസ്. ഈ ഫോസ്ഫേറ്റ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും ദെയർ ആനയോൺസ് അല്ലെ, അവർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എടുക്കുന്ന സമയത്ത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ മെയിൻ കോമ്പണൻസ് ആരാ? മോർ ആയിട്ട് കൂടുതൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഉണ്ടാകുക കോമ്പണൻസ്, ഒന്ന് പൊട്ടാഷ്യം, രണ്ടാമത്തത് പ്രോട്ടീൻസ്, മൂന്നാമത്തത് ഫോസ്ഫേറ്റുകൾ. ഇവര് ഈ ഓർഗാനിക് ഫോസ്ഫേറ്റുകളും പ്രോട്ടീൻസുകളും പൊട്ടാസ്യവുമാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കൂടുതലായിട്ട് ഉണ്ടാകുക. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കൂടുതലായിട്ട് ആരാ ഉണ്ടാകുക? സോഡിയം, കാൽഷ്യം ആൻഡ് ക്ലോറൈഡ്. ക്ലോറൈഡ് ആണ് മോർ ഔട്ട്സൈഡ് ഉണ്ടാകുക. അപ്പം വിച്ച് ആനയോൺ ഈസ് മോർ ഔട്ട്സൈഡ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കൂടുതലായിട്ടുള്ള ആനയോൺ ഏതാ? ക്ലോറൈഡ്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കൂടുതലായിട്ടുള്ള ആനയോൺസ് ആരൊക്കെ? ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. ദെൻ ഏതാ മോർ പ്രിഡോമിനന്റ് ആയിട്ടുള്ള cation in the intracellular fluid? That is potassium. More predominant ആയിട്ടുള്ള cation in the extracellular fluid ആരാ? sodium and calcium. റെഡി അല്ലേ? സോ ഇവിടെ നിങ്ങൾക്കറിയാം ആകെ പെർമിയബിൾ ആയിട്ട് നിലനിൽക്കുന്നത് പൊട്ടാസ്യവും ക്ലോറൈഡും ആണ് അല്ലെ. പെർമിയബിൾ ആയിട്ടുള്ളത് പൊട്ടാസ്യവും ക്ലോറൈഡും ആണ്. അതിലാർക്കും സംശയമില്ലല്ലോ, പൊട്ടാസ്യവും ക്ലോറൈഡും ആണ് പെർമിയബിൾ ആയിട്ടുള്ളത്. സോ എന്തുകൊണ്ടാണ് ഇവര് പെർമിയബിൾ ആകുന്നത് ഞാൻ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കുക. അറ്റ് റെസ്റ്റ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും അല്ലെ. ഈ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉള്ളിൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നെഗറ്റീവ് ആയിരിക്കും, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്തായിരിക്കും മക്കളെ? പോസിറ്റീവ് ആയിരിക്കും. വൈ ഈസ് ഇറ്റ് സോ? ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നെഗറ്റീവും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കുന്നത്? അതിനു മുമ്പ് ബിഫോർ ദാറ്റ് നമ്മൾ ഈ പെർമിയബിലിറ്റിയെ കുറിച്ച് വൃത്തിയായിട്ടൊന്ന് സംസാരിക്കണം അല്ലെ. സോ ഇതാണ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ അറ്റ് റെസ്റ്റ് അല്ലെ. മെമ്പറൈൻ എക്സൈറ്റബിൾ ടിഷ്യൂവിന്റെ മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ്. ഇന്റീരിയർ ഇൻസൈഡ് ദ സെല്ല് നെഗറ്റീവും ഔട്ട്സൈഡ് ദ സെല്ല് പോസിറ്റീവും ആയിരിക്കും. എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്? അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ സെല്ലിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിന് -100 വരെ, -9 നിന്ന് -100 വരെയൊക്കെ പോകാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് റെസ്റ്റിംഗ് ഫേസിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്. അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഗിബ്സ് ഡൊണ്ണൻ ഇക്വിലിബ്രിയം ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗിബ്സ് ഡൊണ്ണൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സെൽ മെമ്പറൈൻ ഒരു സെമി പെർമിയബിൾ ആണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് സെലക്ടീവ്ലി പെർമിയബിൾ ടു പൊട്ടാസ്യം ആൻഡ് ക്ലോറൈഡ്. സോ ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള മെമ്പറൈന്റെ ഇടയിൽ രണ്ട് എലമെന്റുകൾ വെച്ചാൽ അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് വെച്ച് കഴിഞ്ഞാൽ, ടു സൊല്യൂഷൻസ്, ഇത് 2 ആണ് കേട്ടോ, ടു സൊല്യൂഷൻസ് കണ്ടെയ്നിങ് അയോൺസ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അങ്ങനെ അയോണുകളൊക്കെ ഉള്ള രണ്ട് സൊല്യൂഷനെ നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ട് എന്താ പറയുന്നത്, സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സൊല്യൂഷന് തമ്മിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എത്തണം എന്ന് പറഞ്ഞാൽ, ഇപ്പം മക്കളെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് പറയുന്നത് ഇതാ. ഇതൊരു സൊല്യൂഷൻ എ, ഇതൊരു സൊല്യൂഷൻ ബി. ഈ സൊല്യൂഷൻ എയില് ഒരു 10 കാറ്റയോൺസ് ഉണ്ടടാ. ഈ സൊല്യൂഷനിലും ഒരു 15 കാറ്റയോൺസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഇത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ചാർജും ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ, അതാണല്ലോ ഇക്വിലിബ്രിയം. അങ്ങനെ ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആനയോൺ വേണതാ? എത്ര ആനയോൺ വേണം? 10 ആനയോൺ വേണം. ഇവിടെ എത്ര ആനയോൺ വേണം? 15 ആനയോൺ വേണം. ശരിയല്ലേ? സോ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഈക്വലൈസേഷൻ ഓഫ് ദി കാറ്റയോൺ ആൻഡ് ആനയോൺ ആണല്ലോ നടന്നത്. കാറ്റയോണിന്റെ എണ്ണവും ആനയോണിന്റെ എണ്ണവും ഈക്വലായി മക്കളെ. കാറ്റയോണിന്റെ എണ്ണവും ആനയോണിന്റെ എണ്ണവും ഈക്വലായി. അപ്പൊ എങ്ങനെയാണ് ഈ ഗിബ്സ് ഡൊണ്ണൻ ഇക്വിലിബ്രിയം എത്തുന്നത് അല്ലെ? ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു കാറ്റയോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ആനയോൺ വരണം. ശരിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ഏത് ആനയോൺ ആണ് ഇങ്ങനെ വരാൻ പറ്റുന്ന ഒരു ആനയോൺ ഉള്ളത്? ആ ആനയോൺ ഈ സെമി പെർമിയബിൾ മെമ്പറൈനെയും ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് കടക്കുന്ന ഒരു ആനയോൺ ആകണം. സെമി പെർമിയബിൾ മെമ്പറൈനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആനയോൺ എന്തായിരിക്കണം? ഡിഫ്യൂസബിൾ ആനയോൺ ആകണം. അങ്ങനെ ഡിഫ്യൂസബിൾ ആയിട്ടുള്ള ഒരു ആനയോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ക്ലോറൈഡ് എന്നാണ്. ഇനി ഇതേപോലെ തിരിച്ച് നിങ്ങൾ കാറ്റയോൺ ആയിട്ട് ആലോചിക്കാം. ഡിഫ്യൂസബിൾ ആയിട്ടുള്ള ഒരു കാറ്റയോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടാസ്യം ആണ്.
സോ ഗിബ്സ് ഡോണൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട് മക്കളെ? ഡിഫ്യൂസബിൾ അയോൺസിന്റെ ട്രാൻസ്ഫറിങ് ആവശ്യമുണ്ട്. നോൺ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ, ഇപ്പൊ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് ആണ് ഇത് നിങ്ങൾ കരുതുക. ഇവിടെ നോൺ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ആനയോൺസുകളും പ്രോട്ടീൻസും ഉണ്ടല്ലോ. വലിയ പ്രോട്ടീൻസിനൊന്നും ഒരിക്കലും മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആ വലിയ പ്രോട്ടീൻസ് ഒന്നും ഇങ്ങോട്ട് പോവില്ല. ഇവിടെ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ കുറെ ഉള്ള പ്രോട്ടീൻസ് ഒന്നും അപ്പുറത്തെ സൈഡിലോട്ട് പോകില്ല. അതിന് പകരം എന്താ ചെയ്യുക? ഇവിടെ ഇപ്പൊ കുറെ പ്രോട്ടീൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടുന്ന് പൊട്ടാസ്യം ഉള്ളിലോട്ട് വരും. കാരണം പൊട്ടാസ്യം ഈസ് എ പെർമിയബിൾ ഡിഫ്യൂസിബിൾ അയോൺ. നല്ല പെർമിയബിലിറ്റി ഉള്ള നല്ല ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള അയോൺ ആണ്. പൊട്ടാസ്യം വിൽ കം ഇൻസൈഡ്. മനസ്സിലായല്ലോ? സോ ഗിബ്സ് ഡോണൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. ആ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താവശ്യമുണ്ട് മക്കളെ? വേഗം പറയൂ, എന്താവശ്യമുണ്ട് മക്കളെ? ഡിഫ്യൂസബിൾ ആയിട്ടുള്ള ഡിഫ്യൂസബിൾ ആയിട്ടുള്ള അയോൺസുകൾ ആവശ്യമുണ്ട്. ആനയോൺസ് എന്നല്ല, അയോൺസുകൾ ആവശ്യമുണ്ട്. സോ ദി ഡിഫ്യൂസിബിൾ അയോൺസ് ആണ് ഗിബ്സ് ഡോണൻ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ രണ്ട് സൊല്യൂഷൻസ് കണ്ടെയ്നിങ് അയോൺസ് വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ആ സൊല്യൂഷൻസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ആ സൊല്യൂഷനിലെ കാറ്റയോൺസും ആനയോൺസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം എയിലുള്ള ആനയോൺസ്, കാറ്റയോൺസ് ഇൻ എ ഈസ് ഈക്വൽ ടു ആനയോൺസ് ഇൻ എ. മനസ്സിലായോ? അല്ലാതെ കാറ്റയോൺസ് ഇൻ എ വിൽ നോട്ട് ബി ഈക്വൽ ടു ആനയോൺസ് ഇൻ ബി, അങ്ങനെ ആവില്ല. മനസ്സിലായോ? മറ്റേ സൊല്യൂഷനുമായിട്ടല്ലേ ഈക്വൽ. അവിടുത്തെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്. സോ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഇൻഡിഫ്യൂസബിൾ അയോൺസ്, എസ്പെഷ്യലി IC പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ് ആട്ടോ. IC പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ് ആണ്. ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസ് ഒക്കെ ഇൻഡിഫ്യൂസബിൾ അല്ലേ, അവർ ഡിഫ്യൂസ് ചെയ്യപ്പെടൂലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഡിഫ്യൂസബിൾ അയോൺസിന്റെ എന്ത് നടക്കും മക്കളെ? അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ കുറെ എന്തുണ്ട് മക്കളെ? പറയും, കുറെ എന്തുണ്ട്? ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. സോ ആ പ്രോട്ടീൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആര് വരണം? പോസിറ്റീവ് ചാർജ്ഡ് സാധനം ഉള്ളിലോട്ട് വരണം. അങ്ങനെ പോസിറ്റീവ് ചാർജ്ഡ് സാധനം ഉള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഏത് പോസിറ്റീവ് ചാർജ്ഡ് സാധനമായിരിക്കും? ഓൺലി പെർമിയബിൾ ആയിട്ടുള്ള, ഓൺലി ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു കാറ്റയോണിനെ വരാൻ പാടുള്ളൂ. ആ കാറ്റയോണിന്റെ പേരെന്താ? പൊട്ടാസ്യം ആണ്. അതുകൊണ്ട് പൊട്ടാസ്യം എന്തായാലും ഉള്ളിൽ കൂടുതലായിരിക്കും. റെഡിയല്ലേ? സോ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രണ്ട് ഗ്രേഡിയന്റുകളുടെ ഫോർമേഷൻ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കാം, അല്ലെ? ഇത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഓൾറെഡി പൊട്ടാസ്യം വളരെയധികം കൂടുതലാണ്, അല്ലെ? പൊട്ടാസ്യം കമ്പാരിറ്റീവ്ലി കൂടുതൽ എവിടെയാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡില. സോഡിയം ഇവിടെയാണ് കൂടുതൽ. ഓക്കെ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ സോഡിയം കൂടുതൽ, ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ ആരോ കൂടുതൽ? പൊട്ടാസ്യം ആണ് കൂടുതൽ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ഇവിടെ ഈ പൊട്ടാസ്യം ഇവിടെ കൂടുതലാകുമ്പോൾ ഇവിടെ എന്തും കൂടി ഉണ്ട്? ആനയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ട്. സോ ഈ പ്രോട്ടീൻസിന് ഇങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരാനോ പറ്റില്ല. ദേ ആർ ഇൻഡിഫ്യൂസബിൾ. സോ പൊട്ടാസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊട്ടാസ്യം കുറവല്ലേ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ പൊട്ടാസ്യം കുറവല്ലേ? ഇവിടെ തമ്മിലൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ട്, അല്ലെ? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ട്. ഈ ഗ്രേഡിയന്റ് എന്തിനാ ശ്രമിക്കുന്നത്? ഈ പൊട്ടാസ്യം, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം കുറവുള്ള സ്ഥലത്തേക്കല്ലേ വെള്ളം ഒഴുകുക? കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കല്ലേ ഒഴുകുക? അതുപോലെ തന്നെ പൊട്ടാസ്യം കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കല്ലേ പൊട്ടാസ്യം പോകാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെ? ഒരു ഗ്രേഡിയന്റ് അവിടെ ഉണ്ട്. അപ്പൊ പൊട്ടാസ്യത്തിന് ഇങ്ങോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള നല്ലതായ ആഗ്രഹമുണ്ട്. പൊട്ടാസ്യത്തിന് പോകാനും സാധിക്കും. കാരണം എന്താ? പൊട്ടാസ്യം പെർമിയബിൾ ആണ്. പക്ഷേ ആ പൊട്ടാസ്യത്തിനോട് നീ പോകണ്ട എന്ന് പറഞ്ഞവരെ പിടിച്ചു നിർത്തുന്നത് ആരാ? ഈ ആനയോണുകളാണ്. ഈ ഇൻഡിഫ്യൂസിബിൾ ആനയോൺസ് പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് ഈ കെമിക്കൽ ഗ്രേഡിയന്റ് ഉണ്ടല്ലോ, ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെതിരെ ഒരു ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റ് ഫോം ചെയ്യാണ്, അല്ലെ? രണ്ട് ഗ്രേഡിയന്റ് ഇവിടെ ഉണ്ട്. ഒന്ന് ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റാ, പൊട്ടാസ്യത്തിന്റെ ചാർജ് വെച്ചിട്ട് ഇവിടെ പൊട്ടാസ്യം കൂടുന്നു, ഇവിടെ പൊട്ടാസ്യം കുറയുന്നു, അല്ലെ? അപ്പം ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് താല്പര്യത്തോടെ, ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസൃതമായിട്ട് പൊട്ടാസ്യം മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ മൂവ് ചെയ്യാതിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റ് വെച്ചിട്ടാണ്. ആനയോൺ എന്ത് ചെയ്യും? പോകണ്ട എന്ന് പറഞ്ഞ് അതിനെ പിടിച്ചു നിർത്തും. മനസ്സിലായോ? നിങ്ങൾ നോക്കുക, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ സോഡിയം ആണ് കൂടുതൽ. കണ്ടോ, 150 ഉണ്ട്. ഇൻട്രാസെല്ലുലാറിൽ 15 ഉള്ളൂ.
പൊട്ടാസ്യം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ 5.5 ഉണ്ട്, ഇവിടെ 150 ഉണ്ട് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വാല്യൂസിൽ ചെറിയ വ്യത്യാസം ബുക്കുകൾ അനുസരിച്ച് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ബുക്കിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇത്ര ആലോചിച്ചാൽ മതി. ക്ലോറൈഡ് എവിടെ കൂടുതൽ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ. ആനയോണുകൾ ബൈകാർബണേറ്റ് ഇവിടാണ്, കാൽഷ്യം കൂടുതൽ ഇവിടാ, കാൽഷ്യം കൂടുതൽ ഇവിടാ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ. ഓക്കെ അല്ലേ? ഇത് ആലോചിച്ച് വെക്കുക. പിന്നെ ഒരു ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഈസ് ഇപി അല്ലെ? ഈ ഇപി എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ കൺസെപ്റ്റ് ഉണ്ട്. എന്താ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നേൺസ്റ്റ് ഇക്വേഷൻ ഉണ്ട് മക്കളെ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗിബ്സ്റ്റോണിന്റെ ഇക്വിലിബ്രിയം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നേൺസ്റ്റ് ഇക്വേഷൻ. ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർമിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, രണ്ട് ഗ്രേഡിയന്റുകൾ ഉണ്ട്. ഈ ഗ്രേഡിയന്റുകൾ രണ്ടും ഈക്വൽ ആകുന്ന, ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റും കെമിക്കൽ ഗ്രേഡിയന്റും ഈ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ഈക്വൽ ആകുന്ന ഒരു കണ്ടീഷൻ, ആ ഗ്രേഡിയന്റ് ഈക്വൽ ആകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോ ഉണ്ടാകുന്നതാണ് ഇക്വിലിബ്രിയം. കെമിക്കൽ ഗ്രേഡിയന്റും ഓക്കെ ആയി, ഇലക്ട്രിക്കൽ ഗ്രേഡിയന്റും ഈക്വൽ ആയി, അവിടെയാണ് ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യുക. ഇക്വിലിബ്രിയം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. നിങ്ങൾ മനസ്സിലാക്കുക, ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ. ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ അതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. ആ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ് ആലോചിക്കുക. എന്താക്കാ ഒന്നുകൂടി പറഞ്ഞാണ്. ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ ആ സെല്ലിന്റെ ഉൾഭാഗത്തെ ബേസ് ചെയ്തിട്ട്, ഇൻസൈഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പറയാ? ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൊട്ടാസ്യം പുറത്തോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക അല്ലെ? പൊട്ടാസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലാണ് പൊട്ടാസ്യം കൂടുതൽ ഉള്ളത് അല്ലെ? അപ്പൊ ആ പൊട്ടാസ്യം പുറത്തോട്ട് പോകാനാണ് സാധ്യത ഉള്ളത്. പൊട്ടാസ്യം പുറത്തോട്ട് പോകുമ്പോൾ ഉള്ളിൽ എന്താകും? നെഗറ്റീവ് ചാർജ് ആകും. പൊട്ടാസ്യം പോസിറ്റീവ് ചാർജ് കുറയും, നെഗറ്റീവ് ചാർജ് ആകും. സോ പൊട്ടാസ്യത്തിൻ്റെ എപ്പോഴും നെഗറ്റീവ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ആയിരിക്കും, -90 ആയിരിക്കും. പൊട്ടാസ്യം പുറത്തോട്ട് പോയാൽ നെഗറ്റീവ് ആയിട്ട് മാറും ഉള്ളില്. സോഡിയം ഉള്ളിലോട്ട് വരാനാണ് സോഡിയത്തിന് സാധ്യത കൂടുതൽ അല്ലെ? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് പോകാൻ സോഡിയത്തിന് സാധ്യത കൂടുതൽ. സോഡിയം വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ് ഓഫ് ദ സെൽ എന്താ മക്കളെ? പോസിറ്റീവ് ചാർജ് കൂടുക ചെയ്യാം. ഇപ്പൊ എന്താ സംഭവിക്കുക? +60. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പൊട്ടാസ്യത്തിന് -90 നിങ്ങൾ കൊടുത്തു, എന്താ ഇതിന് +60 അല്ലേ കൊടുക്കുന്നുള്ളൂ? എന്താ അത്ര ഒരു വ്യത്യാസം? അത്രേ ഉള്ളൂ. പൊട്ടാസ്യം ഈസ് മോർ പെർമിയബിൾ. കുറെ പൊട്ടാസ്യം പോകും, പക്ഷെ കുറച്ച് സോഡിയം വരുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ. പെർമിയബിലിറ്റി ഒരു ഫാക്ടർ. അപ്പം ഇവൻ ഉണ്ടാക്കുന്ന ഇഫക്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ് +60 മാത്രം. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണമെന്നില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റുകളാണ് നിങ്ങളുടെ എക്സാമിന് ഹെൽപ്പാക്കുക. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. ലുക്ക് അറ്റ് ഹിയർ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സൈറ്റബിൾ ടിഷ്യൂലെ റെസ്റ്റിംഗ് ടൈമിലുള്ള ഒരു സ്റ്റിമുലസും വരാത്ത സമയത്തുള്ള പൊട്ടൻഷ്യലാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രണ്ട് ഫാക്ടേഴ്സ് ആണ് മെയിൻലി. ഒന്ന്, ഒരു ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് അക്രോസ് സെൽ മെംബ്രെയിൻ. ഇപ്പം ഇങ്ങനെ ഒരു സെൽ മെംബ്രെയിനിന്റെ സെമി പെർമിയബിൾ ആയിട്ടുള്ള, സെലക്ടീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിന് അയോൺസ് ഡിഫ്യൂസ് ചെയ്യാണ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് കുറച്ച് അയോൺസ് ഇങ്ങോട്ട് കയറുന്നു, ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നു. അപ്പൊ എന്തോ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ വരികയാണ്. രണ്ടാമത്തത് ഒരു ഇലക്ട്രോജനിക് പമ്പ്. ആ പമ്പിന്റെ പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. എന്താണ് സോഡിയം പൊട്ടാസ്യം ATPase പമ്പാട്ടോ. എന്താണ് സോഡിയം പൊട്ടാസ്യം ATPase പമ്പിന്റെ സഹായത്തോടെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ് ജനറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ആരുടെ പണി? സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ പണി. പോയിന്റ് ആണ്, എഴുതി വെക്കണേ. അപ്പം രണ്ട് ഫാക്ടേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് എക്സാക്ട്ലി ഈ പറയുന്ന റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന്, ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. അതിന് രണ്ട് കാര്യങ്ങളാണ്. എന്ത് ബേസിസിലാണ് അയോൺസുകൾ ഡിഫ്യൂസ് ചെയ്യുക? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് ഒരു അയോൺ ഡിഫ്യൂസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, ഡിഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ആ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കണം, എന്നാലേ അത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് വരുള്ളൂ അല്ലേ? ഇപ്പം സോഡിയം അല്ലേ അങ്ങനെ വരുള്ളൂ. ഇപ്പൊ സോഡിയത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം ഇവിടെ നല്ല കൂടുതലാണ്. ആ സോഡിയം ഉള്ളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഡിഫ്യൂസ് ചെയ്യപ്പെടണം. അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലേ ഡിഫ്യൂഷൻ നടക്കുക. അങ്ങനെ ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ സോഡിയം ഇവിടെ കൂടുതലായിരിക്കണം, ഇവിടെ സോഡിയം കുറവായിരിക്കണം.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദർ വിൽ ബി എ ഗ്രേഡിയന്റ്. ഒരു ഗ്രേഡിയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. പോയിന്റ് റെഡി. അപ്പോ ഒരു ഗ്രേഡിയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രേഡിയന്റ് ഉണ്ടാകണം. രണ്ട് കമ്പാർട്ട്മെന്റിലെ അയോണുകളിൽ തമ്മിൽ ഗ്രേഡിയന്റ് ഉണ്ടാകണം. രണ്ടാമത് അയോൺ പെർമിയബിൾ ആകണം. പെർമിയബിൾ അല്ലാത്ത ഒരു അയോണെ പിടിച്ചിട്ട് ഡിഫ്യൂഷൻ നടക്കാൻ പറ്റുമോ? ഇല്ല. അയോൺ പെർമിയബിൾ ആണെങ്കിൽ മാത്രമേ അത് ഡിഫ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. റെഡി. ആ പെർമിയബിലിറ്റി ബേസ്ഡ് ഓൺ എന്താണ് മക്കളെ? കുറെ കെമിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന് നല്ല പെർമിയബിൾ ആയിരിക്കും, ദാറ്റ് ഇസ് പൊട്ടാസ്യം. ലെസ് പെർമിയബിൾ ആയിരിക്കും സോഡിയം പോലത്തെ ആൾക്കാർ. ക്ലോറൈഡ് നല്ല പെർമിയബിൾ ആയിരിക്കും, കാൽഷ്യം ഒക്കെ ലെസ് പെർമിയബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോ ചില ആൾക്കാർക്ക് ഈ ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറിങ്, ഈ എക്സ്ചേഞ്ച് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ചില ചാനലുകളുടെ ഹെൽപ്പ് വേണം. ചാനൽസിന്റെ ഹെൽപ്പ് വേണം. നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള ചാനൽസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ചില ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഴ്സിന്റെ ഹെൽപ്പ് വേണം. അതൊന്ന് ആലോചിക്കാം. സോ ഈ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം കൂടുതൽ ഉള്ളിലാണ്, സോഡിയം കൂടുതൽ ഔട്ടാണ്. ഓക്കെ, റെഡി. കൺസെപ്റ്റ് ക്ലിയർ? നെക്സ്റ്റ്, പെർമിയബിലിറ്റിയെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇനീഷ്യലി നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. ഒരു ഫ്ലോ ചാർട്ട് ആക്കി എഴുതുമ്പോൾ ഇനീഷ്യലി അങ്ങനെ ഗ്രേഡിയന്റോ ചാർജോ ഒന്നുമില്ല. ഒരു സാധനങ്ങളും ഓപ്പൺഡ് ഒന്നുമല്ല, ഒരു ചാനലും ഓപ്പൺഡ് അല്ല. ഇനീഷ്യലി ഒരു 0 പൊട്ടൻഷ്യൽ കിടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനീഷ്യലി 0 millivolt. ഇവിടെ നമ്മൾ സംസാരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ് ഓഫ് ദി സെൽ. കേക്ക്. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ നമ്മൾ ഉള്ളിലത് അളക്കുന്നത്. എന്തെങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ അളക്കും ഇങ്ങനെ അറിയും. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ അളക്കുമ്പോൾ ഒരു സാധനം വെടിയും വെക്കും, ഒരു സാധനം പുറത്തും വെക്കും. ഇതാണ് ഉള്ളില്, സെല്ലിന്റെ ഉള്ളില്. ഇത് കണ്ടോ? ദിസ് ഈസ് കാത്തോഡ് റേ ഓക്സിലേറ്റർ. അവിടെ കട്ടെ CR. ഇതാണ് മക്കളെ, കണ്ടോ? ഉള്ളിലത്തതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ കേൾക്കണേ. അപ്പൊ 0 millivolt ആണ് ഉള്ളിൽ എന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് ഇലക്ട്രോജനിക് ചാനൽ ഇവിടെ ഉണ്ട്. ആ ഇലക്ട്രോജനിക് ചാനലിന്റെ പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഈ സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പ്ലസ് വണ്ണിലെ പഠിച്ചിട്ടുണ്ടാകും. 3 സോഡിയത്തിനെ പുറത്തോട്ടും 2 പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ടും കയറ്റി വിടുന്ന, പമ്പ് ചെയ്യുന്ന, ATPയുടെ സഹായത്തോടെ പമ്പ് ചെയ്യുന്ന ആളാണ് ആര് മക്കളെ? സോഡിയം പൊട്ടാസ്യം പമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ സോഡിയം എന്താണ് മക്കളെ? കൂടുതലാണ്. ആ കൂടുതലുള്ളിടത്തേക്ക് ഈ സോഡിയം കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ളിടത്തേക്ക് 3 സോഡിയത്തിനെ പുറത്തോട്ട് തള്ളി. ഇല്ല, ഇവിടെ കുറവാണ്, കുറവുള്ളിടത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് തള്ളി. അതിന് ATPയുടെ സഹായം ഉണ്ടാക്കി. 3 സോഡിയം പുറത്തോട്ട് തള്ളിയിട്ട് മച്ചാന് 2 പൊട്ടാസ്യത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. 3 സോഡിയത്തിനെ പുറത്തോട്ട് തള്ളിയിട്ട് 2 പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഒരു പോസിറ്റിവിറ്റി കുറയില്ലേ? ഉള്ളിലെ പോസിറ്റിവിറ്റി കുറയില്ലേ? എന്ന് പറഞ്ഞാൽ ഉള്ളില് കുറച്ചുകൂടി നെഗറ്റീവ് ആവുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇതിങ്ങനെ എഴുതി വെക്കുന്നത്. 0 millivolt ഉള്ളിലുള്ളടത്ത് അവനൊരു -5 or -10 millivolt ആയിട്ട് മാറി. ചെറിയൊരു ഡിഫറൻസ് വരുത്താൻ ആരെ കൊണ്ട് സാധിച്ചു? സോഡിയം പൊട്ടാസ്യം പമ്പിനെ കൊണ്ട് സാധിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പുറത്ത് കൂടുതലുള്ള സോഡിയത്തിന് ഉള്ളിൽ നിന്ന് മച്ചാൻ എന്ത് ചെയ്തു? പുറത്തോട്ട് തള്ളി. പക്ഷേ ഈ ചെറിയ വ്യത്യാസമൊന്നുമല്ല റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞു കേട്ടില്ല, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഒരു ന്യൂറോണിന് -70 millivolt. -70 millivolt എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂ അല്ലേ? വലിയൊരു -70 millivoltലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് മാത്രം വിചാരിച്ച പോലെ ഡിഫ്യൂസബിൾ ആയിട്ടുള്ള പല അയോണുകളും ചാനലുകളും തീരുമാനിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാനലാണ് പൊട്ടാസ്യം ചാനൽ, പൊട്ടാസ്യത്തിലെ ലീക്കി പൊട്ടാസ്യം ചാനൽ. സോ 0-ലായിരുന്ന ഒരു സമയത്ത് ഇനീഷ്യലി ആരാ ആദ്യം ഓപ്പൺ ചെയ്യാ? ലീക്കി പൊട്ടാസ്യം ചാനൽസ്. ശ്രദ്ധിക്കണേ, ലീക്കി പൊട്ടാസ്യം ചാനൽസ്. അപ്പോ ഓൾറെഡി പൊട്ടാസ്യം ഈസ് മോർ ഇൻസൈഡ് അല്ലെ? പൊട്ടാസ്യം മോർ ഇൻസൈഡ് ആൻഡ് പൊട്ടാസ്യം ഈസ് മോർ അല്ല, ഇവിടെ എന്താ ഇത്? ലെസ് ഔട്ട്സൈഡ് അല്ലെ? ലെസ് ഔട്ട്സൈഡ്. സോ ഈ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് പൊട്ടാസ്യം പോകണം. അറ്റ് റെസ്റ്റ് പെർമിയബിലിറ്റി ഓഫ് പൊട്ടാസ്യം ഈസ് മോർ, വളരെ കൂടുതലാണ്. സോഡിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യത്തിന്റെ പെർമിയബിലിറ്റി ആണ് കൂടുതലുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാല് ലീക്കി ചാനൽസ് ആണ് ആദ്യം ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഈ ഒരു സെല്ല് എടുക്കുന്ന സമയത്ത്
സെല്ലെടുക്കുന്ന സമയത്ത് ഇവിടെ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉണ്ട്, 3 സോഡിയത്തിനെ പുറത്തോട്ട് തള്ളുന്നു, അതവിടെ വേറൊരു പരിപാടി, 2 പൊട്ടാസ്യത്തിന് ഉള്ളിൽ തള്ളുന്നു. ഇവിടെ ഒരു പൊട്ടാസ്യം ചാനൽ ഉണ്ട്. ഈ പൊട്ടാസ്യം ചാനൽ എന്ന് പറഞ്ഞാൽ ലീക്കി ചാനലാണ്. എന്ന് പറഞ്ഞാൽ ലീക്കി ചാനൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് അതിന് എന്തിന്റെ ആവശ്യമില്ല മക്കളെ, ഒരു വോൾട്ടേജിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീച്ചേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കുറെ അയോൺസ് ഉള്ളിലോട്ട് വരും. സോ ഇത് ലീക്കി പൊട്ടാസ്യം ചാനലാന്ന് വിചാരിക്കാം, ലീക്കി ചാനലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് പൊട്ടാസ്യം എന്ത് വരും, ഉള്ളിലോട്ട് വരും. ഉള്ളിലോട്ടോ പോയിന്റ് തെറ്റി അല്ലെ? ഉള്ളിലോട്ടാണോ വരും? അല്ല, പൊട്ടാസ്യം കൂടുതൽ എവിടെ ഉള്ളത്? ഇവിടെയാണ്. അപ്പൊ പൊട്ടാസ്യം എന്താ ചെയ്യാ? ഇൻസൈഡല്ലേ പൊട്ടാസ്യം കൂടുതലുള്ളത്. സോ പൊട്ടാസ്യം വിൽ ഗോ ഔട്ട്. ഒരുപാട് പൊട്ടാസ്യം പുറത്തോട്ട് പോകും. സോ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻസൈഡ് എന്ത് സംഭവിക്കും? ഒരുപാട് പൊട്ടാസ്യം പുറത്തോട്ട് പോകുമ്പോൾ ഉള്ളിൽ എന്ത് സംഭവിക്കും മക്കളെ? പോസിറ്റിവിറ്റി കുറയും. സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾക്ക് എന്ത് എഴുതാലോ, ഉള്ളിലെ പോസിറ്റിവിറ്റി വീണ്ടും കുറയും. ഇവിടെ ഓൾറെഡി കുറഞ്ഞു, ഇവിടെ ഇനിയും കുറയും പോസിറ്റിവിറ്റി. ഇതാ പോസിറ്റിവിറ്റി വീണ്ടും കുറയും, ഉള്ളിലെ പോസിറ്റിവിറ്റി വീണ്ടും കുറയും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ ഇപ്പൊ 0 മില്ലി വോൾട്ട് ആണെങ്കിൽ ഈ പൊട്ടാസ്യം അങ്ങോട്ട് പുറത്തോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു -50 മില്ലി വോൾട്ട് ഒക്കെ ആയിട്ട് മാറും. അത്രയും എമൗണ്ട് ഓഫ് പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു -45 ഒക്കെ ആയിട്ട് മാറുന്നത് നിങ്ങൾ വിചാരിക്കുക. സോ ആരുടെ ഈ -50 എന്ന് പറയുമ്പോൾ എന്തിൻ്റെതാണ്? ഉള്ളിലാണ്. വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഉള്ളില് പോസിറ്റിവിറ്റി കുറഞ്ഞു, നെഗറ്റിവിറ്റി കൂടുന്നു. റെഡി? അപ്പോ അറ്റ് റെസ്റ്റ് പൊട്ടാസ്യം കുറെ പുറത്തോട്ട് പോകും, ലീക്കി ചാനൽസ് ഓപ്പൺ ആയതുകൊണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിന്റെ പെർമിയബിലിറ്റി, അല്ലെങ്കിൽ പൊട്ടാസ്യം ഈസ് 50 to 100 times മോർ പെർമിയബിൾ ദാൻ സോഡിയം. ഇഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം നടക്കുകയാണ് അല്ലെ? ഇപ്പൊ ഈ പുറത്തോട്ട് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? പറയും മക്കളെ, ഇഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം. സോ ഈ പൊട്ടാസ്യത്തിന്റെ ഇഫ്ലക്സ് ഈസ് മച്ച് മോർ ദാൻ ദി സോഡിയത്തിന്റെ ഇൻഫ്ലക്സ്. ശ്രദ്ധിക്ക്. പൊട്ടാസ്യം ഈസ് വെരി പെർമിയബിൾ. അതിനൊരു ചാനലും കൂടി കിട്ടുകയാണ്, നന്നായിട്ട് അങ്ങ് പുറത്തോട്ട് പോകും. പൊട്ടാസ്യം ഈസ് വെരി പെർമിയബിൾ, അതിനൊരു ചാനലും കൂടി കിട്ടുകയാണ് പുറത്തോട്ട് പോകാൻ, അത് നന്നായിട്ട് പുറത്തോട്ട് പോകും. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഗ്രേഡിയന്റ് നിലനിൽക്കുന്നുണ്ടല്ലോ. ഔട്ടർ സൈഡിൽ സോഡിയം ആണ് കൂടുതൽ, ഇന്നറിൽ സോഡിയം കുറവാ. സോ ലീക്കി സോഡിയം ചാനലിനും ഓപ്പൺ ചെയ്യപ്പെടാലോ. ലീക്കി സോഡിയം ചാനൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യും. ലീക്കി സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഉള്ളിലോട്ട് സോഡിയം വരും. പക്ഷെ ആ വരുന്ന സോഡിയം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇഫ്ലക്സ് ആയി പോയ പൊട്ടാസ്യത്തിന്റെ അത്ര എമൗണ്ട് ഉള്ളിലോട്ട് വരുന്നില്ല. ഇതിന് കാരണം സോഡിയം ഈസ് നോട്ട് ദാറ്റ് മച്ച് പെർമിയബിൾ ലൈക്ക് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ അത്രത്തോളം പെർമിയബിൾ അല്ല സോഡിയം. അതുകൊണ്ട് സോഡിയം അത്ര ഇങ്ങോട്ട് അടിച്ചു കയറി ഇങ്ങോട്ട് വരില്ല. എന്നിരുന്നാലും കുറച്ച് സോഡിയം ഒക്കെ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നഷ്ടപ്പെടുന്നതിന് അനുസൃതമായിട്ടുള്ള സോഡിയം ഉള്ളിലോട്ട് വരുന്നില്ല. അപ്പം അത്ര എമൗണ്ടിൽ എന്ത് സംഭവിക്കുന്നില്ല? പോസിറ്റിവിറ്റി ഇതിന് കിട്ടുന്നില്ല. മനസ്സിലായോ? നെക്സ്റ്റ്, ആനയോൺസ്. ഇപ്പൊ നമ്മൾ 2 കാറ്റയോൺസിന് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാറ്റയോൺസ് ഈ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പെർമിയബിൾ ആയിട്ടുള്ള, പെർമിയബിലിറ്റി ബേസ് കൺസെപ്റ്റ് പറയുമ്പോൾ ഏറ്റവും പെർമിയബിൾ ആയിട്ടുള്ളത് പൊട്ടാസ്യം, അത്ര പെർമിയബിൾ അല്ല സോഡിയം. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടിൽ സോഡിയം ഇൻഫ്ലക്സ് നടക്കുന്നില്ല. പൊട്ടാസ്യം ഇഫ്ലക്സിനോളം സോഡിയം ഇൻഫ്ലക്സ് നടക്കുന്നില്ല. ഇഫ്ലക്സിനോളം ഇൻഫ്ലക്സ് നടക്കുന്നില്ല സോഡിയത്തിന്റെ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ കൺസെപ്റ്റ് പ്രകാരം ഡോണൻസ് ഇക്വിലിബ്രിയം എന്താ പറഞ്ഞത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്തോ ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസൃതമായിട്ട് ഈ പറയുന്ന പൊട്ടാസ്യം സോഡിയം ഒക്കെ പോവുകയോ ഉള്ളിലോട്ട് വരികയോ എന്തും ചെയ്തോട്ടെ. പക്ഷേ നിങ്ങൾ ഉള്ളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാനൊരു പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി പുറത്തോട്ട് പോകണം. അതാണ് അതിന്റെ ഒരു മര്യാദ അല്ലെ? അതല്ല അതിന്റെ ഒരു മര്യാദ. ഒരു പൊട്ടാസ്യം അല്ലെങ്കിൽ ഒരു കാറ്റയോൺ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ ആനയോൺ അല്ലെ? അതാണ്, എന്നാലേ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയുള്ളൂ. മനസ്സിലായോ? സോ വെനെവർ എ കാറ്റയോൺ എക്സിറ്റ് ഇറ്റ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എൻ ആനയോൺ. ആനയോണും കൂടി അതിന്റെ ഒപ്പം എക്സിറ്റ് ചെയ്യപ്പെടണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് ഒരുപാട് പൊട്ടാസ്യം ഇഫ്ലക്സ് ചെയ്യപ്പെട്ടു. ഒരുപാട് പൊട്ടാസ്യം ഇഫ്ലക്സ് ചെയ്യപ്പെട്ടപ്പോ ആ പൊട്ടാസ്യത്തിനോടൊപ്പം ഒരുപാട് ആനയോൺസ് പുറത്തോട്ട് പോകണം നിങ്ങൾ എന്നോട് പറയുമ്പോ
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അത്രത്തോളം എളുപ്പത്തിലൊന്നും ആനയോൺസിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായോ? അത്രത്തോളം എളുപ്പത്തിൽ ആനയോൺസിന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, എളുപ്പത്തിൽ പുറത്തോട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ആനോൺ ക്ലോറൈഡ്. ആ ക്ലോറൈഡ് ആണെങ്കിൽ ഓൾറെഡി പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള അയോണുകളാണ് പൊട്ടാസ്യവും ക്ലോറൈഡും. ഓൾറെഡി ക്ലോറൈഡ് പുറത്താണ് കൂടുതലുള്ളത് അല്ലേ? അപ്പോ ഉള്ളിൽ നിന്ന് ഇനി കുറച്ചും കൂടി ക്ലോറൈഡിനെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, ഇത് റെസ്റ്റിംഗ് സ്റ്റേജാ, പറ്റൂല. അപ്പോ ഇനി ഇവിടെ പുറത്തോട്ട് പോകാൻ ആകെ സാധ്യമായിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? പ്രോട്ടീൻസിനും ഈ പറയുന്ന ഓർഗാനിക് ഫോസ്ഫേറ്റ് പോലത്തെ ആനയോണിനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ പ്രോട്ടീൻസും ആരോ കൂടുതൽ, ഫോസ്ഫേറ്റ് ഒക്കെ കൂടുതൽ. അപ്പൊ ഇവരിവിടെ കൂടുതലാണ്, ECF കുറവാണ്. അപ്പോ പൊട്ടാസ്യം പോകുമ്പോൾ അതിനോടൊപ്പം അക്കമ്പനി ചെയ്ത് ആര് പോകണം? ആനയോൺസ് പോകണം. പക്ഷെ ഇവർക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഇവർ പെർമേബിൾ അല്ല, ഇവർ ഡിഫ്യൂസിബിൾ അല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇവർ ഇവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യും. എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യും. ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ ഇവർ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വിത്ത് റെസ്പെക്ട് ടു ദി ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് നെഗറ്റിവിറ്റി കൂടും. ഓൾറെഡി പൊട്ടാസ്യം പോയത് കൊണ്ട് പോസിറ്റിവിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി കൂടി. അതല്ലേ അർത്ഥം? ഈ പറയുന്ന പ്രോട്ടീൻസും ഫോസ്ഫേറ്റുകളും കൂടി അവിടെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റിവിറ്റി കൂടും. സോ ഇൻട്രാസെല്ലുലാർ സ്പേസിൽ അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിൽ നെഗറ്റിവിറ്റി കൂടാൻ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ ഇഫ്ലക്സിനോളം സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് നടക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, പൊട്ടാസ്യം ഇഫ്ലക്സിനോടൊപ്പം ആനയോൺ ഇഫ്ലക്സ് നടക്കുന്നില്ല. ദാറ്റ് ഇസ് എ പോയിന്റ്. ഈ പോയിന്റ് 3 എഴുതി വെക്കൂ. കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഈ 3 പോയിന്റ് എഴുതി വെക്കൂ. Potassium efflux, sodium influx, anions. Whenever a cation exit, it should be accompanied by an anion exit. But here, due to increased permeability of potassium, that much amount of anion will not go with it. So there will be more negativity inside. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കിളി മാറും അല്ലെ? ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വളരെ വൃത്തിയായിട്ട് മനസ്സിലായി. റെസ്റ്റിംഗ് സ്റ്റേജിൽ തുടക്കത്തിൽ 0 ആയിട്ട് നിങ്ങൾ കരുതുക. ആ സമയത്ത് ആര് ഓപ്പണായി? ലീക്കി പൊട്ടാസ്യം ചാനൽ ഓപ്പണായി, കുറെ പൊട്ടാസ്യം വന്നു. പക്ഷെ പൊട്ടാസ്യം കുറെ വരില്ല, പൊട്ടാസ്യം കുറെ പുറത്തേക്ക് പോയി, ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് കുറെ പുറത്തോട്ട് പോയി. പിന്നെ സോഡിയം ചാനൽ ഓപ്പൺ ആകുന്നു. അപ്പൊ സോഡിയം കുറെ ഉള്ളിലോട്ട് വന്നു. പക്ഷെ പൊട്ടാസ്യത്തിന്റെ അത്രത്തോളം സോഡിയം ഉള്ളിലോട്ട് വരില്ല. അതിന് കാരണം എന്താ? ഒറ്റ റീസൺ ഉള്ളൂ. എന്താ കാരണം? വേഗം പറയൂ. അത്രത്തോളം പെർമിയബിൾ അല്ല. പിന്നെ നമ്മൾ ഡൊണൻസ് ഇക്വിലിബ്രിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനയോണും കാറ്റയോണും ഈക്വൽ ആയിരിക്കും ഒരു കമ്പാർട്ട്മെന്റിൽ. അപ്പൊ ആ ഇക്വാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആനയോൺസ് പുറത്തോട്ട് പോകണം അല്ലെ? ആ പോകല് നടക്കുന്നില്ല അല്ലെ? ഉള്ളിൽ കൂടുതലായിട്ടുള്ള ആനയോൺസുകൾ പുറത്തോട്ട് പോകണം. പുറത്തു പോകാൻ അവർക്ക് സാധിക്കുന്നില്ല, ഇത്ര നമ്പർ. കാരണം എന്താ? ദേ ആർ നോട്ട് ദാറ്റ് മച്ച് ഡിഫ്യൂസിബിൾ ഓർ ദാറ്റ് മച്ച് പെർമിയബിൾ. അപ്പൊ എന്താ സംഭവിക്കുക? ഉള്ളില് നെഗറ്റിവിറ്റി കുറെ റീസൺസ് കാരണം കൂടും. ആൻഡ് ഓൾസോ വലിയൊരു റീസൺ ആയിട്ട് വരുന്ന ആളാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. നിങ്ങൾക്കറിയാം, 3 സോഡിയത്തിന് ഓൾറെഡി പുറത്താണ് സോഡിയം കൂടുതൽ, അവിടേക്ക് ഉള്ളിൽ നിന്ന് സോഡിയത്തിന് പുറത്തോട്ട് തള്ളുന്നു. ആൻഡ് ഓൾസോ പൊട്ടാസ്യം കുറവുള്ള സ്ഥലത്ത് നിന്ന് പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് തള്ളുന്നു. പക്ഷെ അത്ര നമ്പർ ഓഫ് പൊട്ടാസ്യം ഉള്ളിലോട്ട് വരുന്നില്ല, പമ്പ് ചെയ്യുന്നില്ല. സോഡിയം പൊട്ടാസ്യം പമ്പ് കൂടുതൽ പോസിറ്റീവ് ചാർജിനെ പുറത്തോട്ട് തള്ളുന്നു, കുറച്ച് പോസിറ്റീവ് ചാർജിന് ഉള്ളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഉള്ളിൽ നെഗറ്റിവിറ്റി കൂടും. റെഡിയല്ലേ? കൺസെപ്റ്റ് റെഡിയല്ലേ? ഇതാണ്. സോ സോഡിയം പൊട്ടാസ്യം പമ്പ് ബേസിക്കലി മെയിൻറ്റെയിൻസ് ദി RMP മോർ ദാൻ ദി ജനറേഷൻ ഓഫ് ദി RMP. ഓക്കെ, ജനറേഷൻ കൂടുതലായിട്ട് സഹായിക്കുന്നത് പൊട്ടാസ്യം ചാനലാണ്. ഓക്കെ, ഇതാണ് CRO. ദെൻ ദിസ് ഈസ് ഇൻസൈഡ് ആണ് ഒരു ഇലക്ട്രോഡ് വെക്കുക, ഒന്ന് പുറത്താണ് വെക്കുക. ഓസിലോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പല RMPസും പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കുന്നതാണ് ന്യൂറോൺസിന്റെ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. എത്ര മക്കളെ? ന്യൂറോൺസിന്റെ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ -70 millivolt. മസിൽസിലോട്ട് വരുമ്പോൾ സ്കെലറ്റൽ മസിൽ, കാർഡിയാക് മസിൽ -90 millivolt. റെഡ് ബ്ലഡ് സെൽസിന് -12, SA നോഡിന് -40 to -60. റോഡ്സ് ആൻഡ് കോൺസ് നമ്മുടെ കണ്ണിലുള്ളതില് -30 to -40. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യം ഏറ്റവും -90 ഉള്ളത് ആരാ? കാർഡിയാക് മസിൽ. പിന്നെ ന്യൂറോൺസ്. പിന്നെ വരുന്നത് ആരാ? SA നോഡ് -60 അല്ലെങ്കിൽ -40 to -60. പിന്നെ വരുന്ന റോഡ്സ് ആൻഡ് കോൺസ്, പിന്നെ RBC. ഓക്കെ അല്ലേ? ഇതാണ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. ഇനി ഇതിങ്ങനെ റെസ്റ്റിംഗിൽ ഇങ്ങനെ നിൽക്കുക. ഈ റെസ്റ്റിംഗിൽ നിൽക്കുന്ന സമയത്ത്
ഇവർക്കൊരു സ്റ്റിമുലസ് കിട്ടി. എനിക്കൊരു സ്റ്റിമുലസ്, ഞാനൊരു ചൂടുള്ള പാത്രത്തുമ്മ തൊട്ടു, ദാറ്റ് ഇസ് എ സ്റ്റിമുലസ്. ഒരു സെൻസേഷനെ കിട്ടി. ഇങ്ങനെ ഒരു സെൻസേഷൻ എനിക്ക് കിട്ടുമ്പോ, ഞാനൊരു ചൂടുള്ള പാത്രത്തുമ്മ തൊട്ടു, എനിക്ക് അങ്ങനെ ഒരു സെൻസേഷനെ കിട്ടുമ്പോൾ എന്റെ ആ റെസ്റ്റിംഗ് സ്റ്റേറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്തൊക്കെയോ സാധനങ്ങൾ, എനിക്കൊരു സ്റ്റിമുലസ് കിട്ടിയപ്പോ, സ്റ്റിമുലസ് ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആയിട്ട് നിങ്ങൾ കരുതുക അല്ലെ. ഒരു ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് എനിക്ക് കിട്ടുമ്പോ ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാരണം എന്റെ മെംബ്രെയിൻ അല്ലെ, സെൽ മെംബ്രെയിൻ, ഇപ്പൊ ഒരു നെർവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു നെർവാണെന്ന് വിചാരിക്കാം, ആക്സോണും ഡെൻഡ്രൈറ്റ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ നെർവിന്റെ ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ ഒരു സെല്ലുണ്ടെന്ന് വിചാരിക്കാം. ഈ സെല്ലിന്റെ മെംബ്രെയിൻ ആണ് ഞാൻ ഈ വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഈ മെംബ്രെയിന്റെ ഉള്ളിൽ മോർ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇതാണല്ലോ ഇപ്പൊ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടിയത് അല്ലെ. ഉള്ളിൽ നെഗറ്റിവിറ്റി കൂട്ടുന്നു, 3 കാരണങ്ങൾ, 3 or 4 കാരണങ്ങൾ എഴുതാൻ പറ്റും അല്ലെ. ആ നെഗറ്റിവിറ്റി, ഈ ഒരു നിലനിൽപ്പിനെ ഒരു പൊട്ടൻഷ്യൽ വരുമ്പോ, ഒരു സ്റ്റിമുലസ് വരുമ്പോ എന്ത് സംഭവിക്കും? ഇതങ്ങ് തിരിയും. ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. ഒരു സ്റ്റിമുലസ് വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിമുലസ് ഒരു ഡിഫറൻസ് അവിടെ വരുത്തും. നമുക്ക് പഠിക്കാം. ഓക്കെ, ഡിഫറൻസ് വരുത്തും. ഓക്കെ, സോ എങ്ങനെയാണ് ആ ഡിഫറൻസ് വരുത്തുന്നത്? നമുക്കറിയാം, ഇൻസൈഡ് ദ സെൽ വിത്ത് റെസ്പെക്ട് ടു ദ സെൽ ഉള്ളിൽ നെഗറ്റീവ് ആണ്. ആ നെഗറ്റിവിറ്റിയെ പോസിറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, -70 millivolt അല്ലെ, -70 millivolt ആണ് ന്യൂറോണിന്റെ ഉള്ളിലുള്ളത്. ആ -70 ഒരു -50 millivolt എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഈ ചങ്ങായിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ -90 ആകാം. -90 എന്ന് പറഞ്ഞാൽ എന്താ? മോർ നെഗറ്റീവ് ആകുന്നു. സോ ഈ വാല്യൂന് ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാം. ഇങ്ങനെ രണ്ടും ആക്കി മാറ്റാൻ ഒരു സ്റ്റിമുലസ് വേണം. ഈ സ്റ്റിമുലസ് വന്നിട്ട് ഇവനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോസ് അല്ലെ, ഇങ്ങോട്ട് പോകൂലെ, ലെസ് നെഗറ്റീവ് സൈഡിലോട്ട് പോകും, അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിലോട്ട് പോകും. അത് വന്നിട്ട് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർ നെഗറ്റീവ് സൈഡിലോട്ട് പോകും. സോ ഈ പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്നതിനെ ലെസ് നെഗറ്റീവ് സൈഡിലോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്നതിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് വിളിക്കും. ആദ്യം മനസ്സിലാക്കുക, വാട്ട് ഡു യു മീൻ ബൈ പോളറൈസ്ഡ് സെൽ? പോളറൈസ്ഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്ലി, ഇൻസൈഡ് നെഗറ്റീവായി നിൽക്കുന്ന, ഒരു പൊട്ടൻഷ്യൽ ക്യാരി ചെയ്യുന്ന, ഒരു സ്റ്റിമുലസ് വന്നാൽ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള സെല്ലാണ്, എക്സൈറ്റബിൾ ആയിട്ടുള്ള സെല്ലാണ്. ഇറ്റ് വിൽ ബി എക്സൈറ്റഡ് വെൻ എ സ്റ്റിമുലസ്, അതിന്റെ മേലെ ഒന്ന് സ്റ്റിമുലസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്റ്റിമുലേറ്റഡ്. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് എ പോയിന്റ്. സോ യു ഹാവ് ഡീപോളറൈസേഷൻ, യു ഹാവ് ഹൈപ്പർ പോളറൈസേഷൻ. റെഡി അല്ലേ? ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ക്ലീൻ ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും എപ്പം? ഇഫ് ദ സ്റ്റിമുലസ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് ഒരു പോസിറ്റീവ് സ്റ്റിമുലസ് ആണെങ്കിൽ, ഇഫ് വി ഗിവ് എ പോസിറ്റീവ് സ്റ്റിമുലസ്, എന്ത് ചെയ്യും? RMP ലെസ് നെഗറ്റീവ് സൈഡിലോട്ട് പോകും. അതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഡീപോളറൈസേഷൻ. ഡീപോളറൈസ്ഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള സെൽ. ഡീപോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലെ നെഗറ്റിവിറ്റി കുറഞ്ഞ സെൽ. ഡീപോളറൈസേഷൻ അല്ലെ, പോളറൈസേഷന് ഡി ചെയ്തു അല്ലെ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ല അല്ലെ, ഡീപോളറൈസ് ചെയ്തു. ഇനി ഹൈപ്പർ ആയിട്ട് പോളറൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? പോളറൈസേഷൻ കൂടി എന്ന് പറഞ്ഞാൽ ഉള്ളിലെ നെഗറ്റിവിറ്റി കൂടുന്നു. ദാറ്റ് ഈസ് ഹൈപ്പർ പോളറൈസേഷൻ. റെഡി അല്ലെ? വാട്ട് ഇഫ് യു ഗിവ് നെഗറ്റീവ് സ്റ്റിമുലസ്, മോർ നെഗറ്റീവ് ആയി മാറും, ഹൈപ്പർ പോളറൈസ്ഡ് ആയിട്ട് മാറും. നെക്സ്റ്റ്, ലെറ്റ്സ് ഡിസ്കസ് എ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. -70 ആണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറഞ്ഞു. ഈ -70യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ, ഞാൻ നേരത്തെ പറഞ്ഞു, തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസ്റ്റിംഗിന്റെ സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഒരു സ്റ്റിമുലസ് വരുന്നു. ആ സ്റ്റിമുലസിനെ സംബന്ധിച്ചിടത്തോളം അതിന് 3 ക്യാരക്ടർ ഉണ്ട്. ഒന്ന്, ഇൻഹിബിറ്ററി ആക്കാം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പോളറൈസ് ചെയ്യാം, കുറച്ചും കൂടി നെഗറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഈ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റിവിറ്റിയിലോട്ടാ പോവുക. പക്ഷെ ആ സ്റ്റിമുലസ് അത്രത്തോളം സ്ട്രോങ് അല്ല എന്ന് വിചാരിക്കാം. വരുന്ന സ്റ്റിമുലസ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊപ്പഗേഷൻ, വട്ട് യു മീൻ പ്രൊപ്പഗേഷൻ, ഇവിടെ ഉള്ള സ്റ്റിമുലസിനെ ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രൊപ്പഗേഷൻ അല്ലെ. ആ സിഗ്നലിന്റെ പ്രൊപ്പഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, സിഗ്നൽ പ്രൊപ്പഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്റ്റിമുലസ് ആവണം അല്ലെ. സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ അടിച്ചതിന്റെ പവർ ഇവിടെ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ അടിച്ച ഇവിടെ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇവിടെ എനിക്കത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ അടിയുടെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കണം. അങ്ങനെ ആലോചിച്ചാൽ മതി. സോ ആ പ്രൊപ്പഗേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം മക്കളെ? സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിമുലസ് എത്തണം. അപ്പൊ നമ്മുടെ ബോഡിയിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിമുലസ് മാത്രം വരുള്ളൂ? ഇല്ല, പല രീതിയിൽ സ്റ്റിമുലസ് വരാം. ഇഫ് എ സ്റ്റിമുലസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് സ്ട്രോങ്, അത്രത്തോളം സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ആ ലെവൽ എത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രൊപ്പഗേഷൻ ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ ക്രോസ് ചെയ്യണം. ആ ക്രോസിങ് എത്താൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അവിടെ എത്തൂല, പരാജയപ്പെടും. വീണ്ടും അവരെന്ത് ചെയ്യും? സ്റ്റിമുലസ് ചിലപ്പോൾ അതുപോലെ കിട്ടും, എത്താൻ വേണ്ടി ശ്രമിക്കും, പരാജയപ്പെടും. അപ്പൊ ഇങ്ങനെ 3 കേസുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ ഇൻഹിബിഷനിലോട്ട് പോകാം, ഒന്നെങ്കിൽ ഒരു നല്ല സ്റ്റിമുലേഷനിലോട്ട് പോകാം. ആ സ്റ്റിമുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ നടക്കും, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ നടക്കാത്ത വിധം ഒരു ചെറിയ രീതിയിൽ ഇത് നിൽക്കാം. ഓക്കെ, സോ അത് നമുക്ക് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇതാണ്, ഒരു നെർവ് ആണേ പറയുന്നത്, ന്യൂറോൺ ആണേ പറയുന്നത്, വേറെ കേസ് ഒന്നല്ല. മസിലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചു, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചു. നമ്മുടെ സ്കെലറ്റൽ മസിലും സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും റോഡ്സും കോൺസും ഇവരുടെ ഒക്കെ നിങ്ങൾ പഠിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ന്യൂറോൺ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ന്യൂറോൺ വെച്ചിട്ട് ഞാൻ പറയാൻ പോവാ. ന്യൂറോണിനെ സംബന്ധിച്ചിടത്തോളം -55 എത്തിക്കഴിഞ്ഞാൽ ഇത് ഫയറിംഗ് ലെവലാണ്. ഇറ്റ് വിൽ ബി ഗെറ്റ് ഫയർഡ്. നല്ലൊരു സ്പൈക്ക് പൊട്ടൻഷ്യലിലോട്ട് അത് പോകും, ആക്ഷൻ പൊട്ടൻഷ്യൽ തരും. എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് -70. ഈ -70യിൽ നിന്നത് -55 എത്തിക്കഴിഞ്ഞാൽ, ഈ 55 എത്തുക എന്ന് പറഞ്ഞാൽ ലെസ് നെഗറ്റീവ് ആവുന്നു. ലെസ് നെഗറ്റീവ് ആവുന്നതിന്റെ അർത്ഥം എന്താ? പോളറൈസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഡീപോളറൈസ്ഡ് ആയിട്ട് മാറുന്നു അല്ലെ, ഡീപോളറൈസ്ഡ് ആയിട്ട് മാറുന്നു. ആ ഡീപോളറൈസ്ഡ് ആയിട്ട് എത്തുന്നത് ഒരു -55 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഫയറിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് ഓഫ് എ ന്യൂറോൺ എന്ന് പറയും. ഫയറിംഗ് ലെവൽ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് ഓഫ് ന്യൂറോൺ എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ പോയിന്റ്. ഓക്കെ, ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ occurs. ഇറ്റ് വിൽ ബി propagated. ദാറ്റ് സിഗ്നൽ വിൽ propagated. ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ occur. ദാറ്റ് സിഗ്നൽ വിൽ ബി propagated. സോ ദ എയിം എന്താ? ഒരു സ്റ്റിമുലസിന്റെ എയിം എന്താ? ടു അറ്റൈൻ ഓർ ടു റീച്ച് ഏത് പൊട്ടൻഷ്യൽ? ഫയറിംഗ് ലെവൽ, ത്രഷോൾഡ് ലെവൽ. റെസ്റ്റിംഗ് മെമ്പറൈനിൽ നിന്നുണ്ടായിരുന്ന -70യിൽ നിന്ന് അതിനെ -55 എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? സ്റ്റിമുലസിന്റെ പണി. അതിനുവേണ്ടി അത് ശ്രമിക്കും. ഓക്കെ, ചില സ്റ്റിമുലസ് എന്തിനു വേണ്ടി ശ്രമിക്കും? ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, തുടക്കത്തിൽ തന്നെ 2 തരം ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, എക്സൈറ്റേറ്ററിയും ഇൻഹിബിറ്ററിയും. എക്സൈറ്റേറ്ററി എന്തിനു വേണ്ടി ശ്രമിക്കും? ഇതിനെ എവിടേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും? പറയടാ, എവിടേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും? ഫയറിംഗ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇൻഹിബിറ്റർ എന്തിനാ വേണ്ടി ശ്രമിക്കുക? ഇതിനെ ഹൈപ്പർ പോളറൈസേഷനിലോട്ട്, കൂടുതൽ പോളറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു നെർവില് ന്യൂറോണില് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നു, നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സ്റ്റിമുലസിനെ കുറിച്ചോ സ്റ്റിമുലേഷനെ കുറിച്ചാണ്. ഒരു നെർവില് സിഗ്നൽ ഫോം ചെയ്യണം അല്ലെ. ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽ occur by generation and propagation of an electrical signal. ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ജനറേഷൻ നടക്കണം ആൻഡ് ഓൾസോ പ്രൊപ്പഗേഷൻ നടക്കണം അല്ലെ. ഞാനൊരു ചൂടിനെ തൊടുമ്പോൾ ചൂട് എന്ന് പറയുന്ന ഹീറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു ബൈ ദ ഹെൽപ്പ് ഓഫ് റിസപ്റ്റേഴ്സ്. അത് ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ അവിടെ ഫോം ചെയ്തു, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സിഗ്നലിന്റെ പ്രൊപ്പഗേഷൻ നടക്കണം. ആ പ്രൊപ്പഗേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. ആ ആക്ടിവേഷൻ ചെയ്യാൻ 2 രീതിയിൽ എന്ത് നടക്കും? പൊട്ടൻഷ്യലുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ പൊട്ടൻഷ്യൽസ് ഫോം ചെയ്യും. സിഗ്നൽ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് എന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ. എന്നാൽ സിഗ്നൽസ് വേറെ രീതിയിലും ആക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇൻഹിബിഷനിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനെ ആക്ടിവേഷനിലോട്ട് കൊണ്ടുപോകാം. ആ ആക്ടിവേഷൻ ഫയറിംഗ് ലെവലിൽ എത്തുന്നില്ല. കമോൺ പറയൂ. സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ആ സിഗ്നലിൽ 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ദി ന്യൂറോൺ, ഹൈപ്പർ പോളറൈസേഷനിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷെ ആ ആക്ടിവേഷൻ അപ് ടു ദ മാർക്കറ്റ് എത്തുന്നില്ല. അത്രത്തോളം സ്ട്രെങ്ത് ഇല്ലടാ. അത്രത്തോളം സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അത് ആ
ഫയറിംഗ് ലെവൽ വരെ എത്തുന്നില്ല. -70 നിന്ന് -55 എത്തിക്കാനുള്ള ലെവലിലുള്ള സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട്, എന്നാലും അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്തുന്നില്ല. എന്നാൽ വേറൊരു കാറ്റഗറി എന്താ ചെയ്യുന്നത്? മൂന്നാമത്തെ കാറ്റഗറി എന്താ ചെയ്യുന്നത്? സ്റ്റിമുലസ് വരുന്നു, സിഗ്നൽ, നല്ല സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ, -55 എത്തുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ തരുന്നു. സോ ദ ഫസ്റ്റ് 2 കാറ്റഗറീസ് എന്ന് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് 2 കാറ്റഗറീസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. എന്തെന്ന് വിളിക്കാം? ഗ്രേഡഡ് ഓർ ഇലക്ട്രോടോണിക് പൊട്ടൻഷ്യൽ. മറ്റേതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്ഷൻ പൊട്ടൻഷ്യൽ. മനസ്സിലായോ എന്താ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ? മനസ്സിലായോ? ഈ സിഗ്നൽസ് വളരെ സ്ട്രെങ്ത് കുറഞ്ഞ സിഗ്നലാ. അവര് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, ഇതൊരു ന്യൂറോണൽ സെല്ല, ഉള്ളിൽ നെഗറ്റീവ്, പുറത്ത് പോസിറ്റീവ്. ഈ പർട്ടിക്കുലർ സൈറ്റിൽ മാത്രം സ്റ്റിമുലസ് വന്ന് ആക്ട് ചെയ്യുന്നു. ആ സ്റ്റിമുലസ് എന്ത് ചെയ്യും? ഇവിടുത്തെ നെഗറ്റിവിറ്റി കുറച്ച് ഇതിനിങ്ങനെ ചെറിയ ചെറിയ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെ? ലെസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെ? കുറച്ചുകൂടി പോസിറ്റിവിറ്റിയിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നെഗറ്റിവിറ്റിയുടെ വലുപ്പം കുറയുന്നു. അങ്ങനെ ആലോചിച്ചാൽ നെഗറ്റിവിറ്റിയുടെ വലുപ്പം, ഇവിടെ വലിയ നെഗറ്റീവാ, ഇവിടെ ചെറിയ നെഗറ്റീവ് ആവുന്നു, അല്ലെ? ആ ലോക്കൽ സൈറ്റിൽ വരുന്നൊരു സ്റ്റിമുലസ്, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് സ്ട്രെങ്ത്. ഇതിന് കുറച്ചൊക്കെ ഒന്ന് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെ? ഈ സിഗ്നൽ ഇവിടെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ആ ഇഫക്റ്റിന് ചെറിയ മൈക്രോമീറ്റർ ഒക്കെ വേണമെങ്കിൽ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒന്നും പോകുന്ന പോലെ ഫുൾ ലെങ്തിലോട്ട് അത് പോവില്ല, അത്ര സ്ട്രെങ്തേ ഉള്ളൂ. അപ്പൊ ഒരു ലോക്കൽ സൈറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുകയാണ് എന്തൊക്കെയോ മെക്കാനിസം കാരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു സ്റ്റിമുലസ് വരുന്നടാ. ഈ സ്റ്റിമുലസ് വന്നിട്ട് ഇവിടുത്തെ സോഡിയം ചാനൽസിനെ, ലീക്കി സോഡിയം ചാനൽസിനെ ഓപ്പൺ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ലീക്കി സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലോട്ടല്ല, എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിന് ഉള്ളിലോട്ട് സോഡിയം പുറത്ത് വരുന്നു. അപ്പൊ ഇവിടുത്തെ നെഗറ്റിവിറ്റി കുറയുന്നു. അത് ഈ ഒരു സൈറ്റിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ലീക്കി സോഡിയം ചാനലിന്റെ ഓപ്പണിങ് ഈ ഒരു സൈറ്റിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മറ്റേ സ്ഥലങ്ങളിലോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എക്സാമിനൊക്കെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ചോദിച്ച എക്സാമിന് ചോദിക്കുക എന്താ പറയുക മക്കളെ? ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അതാണ് ചോദിക്കുക. സോ എന്താണ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ചെറിയ ഡിസ്റ്റൻസിൽ മാത്രം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിഗ്നൽ ആണ്. എന്നാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ഫുൾ ലെങ്ത് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ? ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല, സ്മോൾ ഡീവിയേഷൻ ആണ്. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിൽ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സെല്ലിന്റെ മേലെ ചെറിയൊരു സിഗ്നൽ കിട്ടുന്നു. ആ സിഗ്നൽ കാരണം റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ വരുന്നു, സ്മോൾ ഡീവിയേഷൻ ഫ്രം RMP, എ ലോക്കൽ റെസ്പോൺസ്. ഒരു പർട്ടിക്കുലർ സൈറ്റിൽ മാത്രം, ഞാൻ കാണിച്ചു തന്നു അല്ലെ, ആ നെർവിന്റെ പർട്ടിക്കുലർ സൈറ്റിൽ മാത്രം വരുന്നൊരു സിഗ്നലാണ്. ആ സിഗ്നലിന് അത്രത്തോളം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല, നോൺ പ്രൊപ്പഗേറ്റഡ്, സ്മോൾ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ഡീപോളറൈസിങ് ഓർ ഹൈപ്പർ പോളറൈസിങ്. ദാറ്റ് ഇസ് ദ പോയിന്റ്. ഒന്നെങ്കിൽ അത് ഡീപോളറൈസിങ് ആകാം, അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസിങ് ആകാം. ആ ലോക്കൽ സൈറ്റിൽ സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യുന്നു. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്യാം. ലീക്കി ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്താൽ ക്ലോറൈഡ് ഉള്ളിലോട്ട് വരും, അല്ലെ? അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സൈറ്റിൽ പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്യാം, കുറച്ചും കൂടി പൊട്ടാസ്യം പുറത്തോട്ട് പോകാം. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഒന്നെങ്കിൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ വരുന്നു. ആ ഇഫക്റ്റ് ആ സിഗ്നലിന് വലിയ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ വലിയ രീതിയിൽ എഫക്ട് ഉണ്ടാക്കാനോ സാധിക്കുന്നില്ല. അതാണ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. നോക്കൂ, സ്മോൾ ഡീവിയേഷൻ ഫ്രം RMP, ഇറ്റ് ഇസ് എ ലോക്കൽ റെസ്പോൺസ്, അല്ലെ? ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ മാത്രം. ഒന്നെങ്കിൽ ഡീപോളറൈസേഷൻ ആകാം, അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ ആകാം. ആ സ്റ്റിമുലസിന്റെ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റിമുലസ് ഈസ് വെരി സ്ലോ, ലെസ്സർ സ്ട്രെങ്ത് ഉള്ള സ്റ്റിമുലസ് ആണ്. ഡെഫിനിഷൻ മനസ്സിലായോ? ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ വെരി ലോ സ്റ്റിമുലസ് വരുമ്പോ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ നടക്കുന്നു. ഇനി ഈ ഡീപോളറൈസേഷൻ കുറച്ചും കൂടി ലെങ്ത്തിലോട്ട് എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സ്റ്റിമുലസിന്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി. അവിടെ ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ളവനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തിലോട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കാം, ശരിയല്ലേ? when the strength of stimulus is increased, magnitude of the graded potential will also increase. മനസ്സിലായോ? റെഡിയാണോ? ഓക്കെ. സോ ഈ ഗ്രേഡഡ് പൊട്ടൻഷ്യൽസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ?
ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആണ്. എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യലും ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യലും. EPSP എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ. ഇത് ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ. ഇതെന്താ സംഭവം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ന്യൂറോൺ ആണ് മക്കളെ ഇതെന്ന് വിചാരിക്കാം. ന്യൂറോണൽ എൻഡ് ആണെന്ന് വിചാരിക്കട്ടോ. ഇത് അടുത്തൊരു ന്യൂറോൺ. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷനാ അല്ലെ? ഈ കണക്ഷനെ പറയുന്ന പേരെന്താ? സിനാപ്സ്. ഈ ന്യൂറോണിൽ നിന്ന്, ന്യൂറോണിന്റെ വെസിക്കിൾസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കെമിക്കൽ ഇവിടെ റിലീസ് ആകും. ഈ കെമിക്കൽ ഇവിടെ ഉള്ള റിസപ്റ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡിങ് കാരണം ഇവിടെ കുറച്ച് കെമിക്കൽ ചേഞ്ച് നടക്കും. മേ ബി ഈ ബൈൻഡിങ് കാരണം ഒരു സോഡിയം ചാനൽ ഓപ്പൺ ചെയ്തു എന്ന് ഇരിക്കാം. അപ്പം ഇത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് അല്ലേ? ഈ എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ നിന്ന് ഈ സെല്ലിന്റെ ഉള്ളിലോട്ട് സോഡിയം കടക്കില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് സംഭവിക്കും മക്കളെ? ഡീപോളറൈസേഷൻ നടന്നില്ലേ? ഉള്ളില് പോസിറ്റിവിറ്റി കൂടിയില്ലേ? ഡീപോളറൈസേഷൻ നടന്നില്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ ഈ വരുന്ന ചാനൽസ്, ഇവിടെ വരുന്ന ഈ കെമിക്കല് ഇവിടെ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ സോഡിയം ചാനലിനെ ഓപ്പൺ ചെയ്തു. അല്ലെങ്കിൽ ഇവർക്ക് ക്ലോറൈഡ് ചാനലിനെ ഓപ്പൺ ചെയ്യും. ക്ലോറൈഡ് ചാനലിനെ ഓപ്പൺ ചെയ്താൽ ഇവർക്ക് കൂടുതൽ ക്ലോറൈഡ് വരും. ഇങ്ങനെ കൂടുതൽ ക്ലോറൈഡ് വന്നാൽ ഇവിടെ എന്താ സംഭവിക്കാം? ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. ഡീപോളറൈസേഷൻ നടന്നാലേ പോസിറ്റീവ് ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ആക്റ്റീവ് ആവുള്ളൂ, ആക്ടിവേറ്റഡ് ആവുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുക? ദേ വിൽ ബി ഇൻഹിബിറ്റഡ്. ഓക്കെ, ഇവിടെ സ്റ്റിമുലേറ്റഡ്, ഇവിടെ ഇൻഹിബിറ്റഡ്. ഓക്കെ, റെഡി അല്ലേ? ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്, ദാറ്റ് ഇസ് എ പോയിന്റ്. സോ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ചില ചാനൽസുകൾ ഓപ്പൺ ആകും. ദാറ്റ് ഇസ് എ പോയിന്റ്. അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ചില എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? പർട്ടിക്കുലർ ചാനൽസ് ഓപ്പൺ ചെയ്യും. ആ ചാനൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീപോളറൈസേഷൻ നടക്കും. ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പർട്ടിക്കുലർ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുമ്പോൾ ചില ചാനൽസ് ഓപ്പൺ ചെയ്യും. ആ ചാനൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സെൽ ന്യൂറോൺ എന്ത് സംഭവിക്കും? ഹൈപ്പർ പോളറൈസേഷനിലോട്ട് പോകും. പക്ഷേ ഇത് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പൊട്ടൻഷ്യൽ അല്ല. ഇത് ആ പർട്ടിക്കുലർ സൈറ്റിൽ മാത്രം നിലനിൽക്കുന്നതാണ്. ആ സൈറ്റിൽ അതിന് എക്സൈറ്റ് ചെയ്യപ്പെടണോ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യപ്പെടണോ എന്ന് തീരുമാനിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. നെക്സ്റ്റ്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസപ്റ്റർ ജനറേറ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതും ഒരു എക്സാമ്പിൾ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പിന്നെ പഠിക്കും. ഇലക്ട്രോടോണിക് പൊട്ടൻഷ്യൽ ഒരു എക്സാമ്പിൾ ആണ്. എന്താ ഇലക്ട്രോടോണിക് പൊട്ടൻഷ്യൽ? ഇപ്പൊ ഇതൊരു നെർവാന്ന് വിചാരിക്കാം. ഈ നെർവിന്റെ ഇവിടെ ഞാൻ ഈ ഒരു സൈറ്റിൽ, ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഞാൻ ഒരു കാത്തോഡ് വെച്ചു. കാത്തോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് അല്ലേ? കാത്തോഡ് വെച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിക്കാം? ഡീപോളറൈസേഷൻ. ദാറ്റ് ഇസ് ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ കാത്തോഡ് വെച്ചപ്പോ. ഇനി അവിടെ ആനോഡ് വെച്ചു. ആ പർട്ടിക്കുലർ ലോക്കൽ സൈറ്റിൽ എന്താ ഉണ്ടാകുക? ഹൈപ്പർ പോളറൈസേഷൻ നടക്കും അല്ലെ? നെഗറ്റിവിറ്റി, ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. ദാറ്റ് ഇസ് an electronic potential. You have whether cathode or anode is stimulated. അപ്പം കാറ്റിലക്ട്രോണിക് പൊട്ടൻഷ്യലും ഉണ്ട്, ഇലക്ട്രോണിക് പൊട്ടൻഷ്യലും ഉണ്ട്. സോ ബേസിക്കലി 3 എക്സാമ്പിൾസ് ആണ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽസ്. പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ IPSP, EPSP, then receptor potential and ഇലക്ട്രോടോണിക് പൊട്ടൻഷ്യൽസ്. റെഡി? നെക്സ്റ്റ് മെക്കാനിസം നമുക്ക് പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ EPSP, പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ, ശ്രദ്ധിക്കേ. EPSP എന്ന് പറഞ്ഞാൽ എക്സൈറ്റേറ്ററിയാണ്. അപ്പൊ ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ വേണം നമ്മുടെ ബോഡിയിലെ. ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഞാൻ നേരത്തെ പഠിപ്പിച്ചിരിക്കുന്ന ആരായിരുന്നു? ഗ്ലൂട്ടമേറ്റ്. സോ ഗ്ലൂട്ടമേറ്റ് വന്നാൽ, ഗ്ലൂട്ടമേറ്റ് എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആ സിനാപ്സിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇത് 2 ന്യൂറോൺസിന്റെ ഇടയിലുള്ള സിനാപ്സ് ആണ്. ഇവിടെ എന്ത് വരുന്നു? ഈ ഒരു ഏരിയയിൽ ഈ സിനാപ്സിൽ ഗ്ലൂട്ടമേറ്റ് വരും. ഗ്ലൂട്ടമേറ്റ് ഇവിടുത്തെ റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അവിടെ അങ്ങനെ ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി എന്ത് സംഭവിക്കും മക്കളെ? ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ സോഡിയം ചാനൽസ് വിൽ ബി ഓപ്പൺഡ്. സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുതൽ സോഡിയം ഇൻഫ്ലക്സ് നടക്കും. ഇൻസൈഡിലുള്ള നെഗറ്റിവിറ്റി കുറയും, പോസിറ്റീവ് ആകും, ഡീപോളറൈസ്ഡ് ആകും. ഡീപോളറൈസ്ഡ് ആയാൽ അതിന്റെ അർത്ഥം എന്താ? ദേ ആർ ഗോയിങ് ടുവാർഡ്സ് ലെസ് നെഗറ്റീവ് സൈഡ്. ദേ ആർ ഗോയിങ് ടുവാർഡ്സ് ഫയറിംഗ് ലെവൽ. ഫയറിംഗ് ലെവലിന്റെ അടുത്തേക്ക് അവർ പോവാണ്. പക്ഷെ ഫയറിംഗ് ലെവൽ എത്തിയില്ല. എത്തിയാൽ എന്ത് സംഭവിക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഇവിടെ എത്തിയിട്ടില്ല. ദിറ്റ് ഈസ് എ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. അവിടെ വരെ എത്തൂല. അതാണ് അതിന്റെ പ്രത്യേകത. ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ പ്രത്യേകത എന്താ? പോസിറ്റിവിറ്റിയിലോട്ട് എത്തിക്കും, പക്ഷെ ഫയറിംഗ് ലെവൽ വരെ എത്തൂല. അതുവരെ എത്തൂല. നെക്സ്റ്റ്, സബ്സ്റ്റൻസ് P എന്ന് പറയുന്ന ഒരാളുണ്ട്.
ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ സബ്സ്റ്റൻസ് പി എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നിങ്ങൾ പെയിൻ പാത്വേ ഒക്കെ CNS പഠിക്കും. അവിടുത്തെ ഫസ്റ്റ് ഓർഡർ ന്യൂറോണിലെ മെയിൻ സാധനമാണ്. നിങ്ങൾക്ക് പെയിൻ അറിയിപ്പിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് പെയിൻ എന്ന് പറയുന്ന സെൻസേഷൻ എന്നെ അറിയിപ്പിക്കുന്നു, അല്ലേ? അപ്പം സബ്സ്റ്റൻസ് പി എന്താ ചെയ്യുക? കാൽഷ്യം ചാനൽസിനെ ഓപ്പൺ ചെയ്യും. കാൽഷ്യം ഇവിടെ കൂടുതൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ. സോ കുറെ കാൽഷ്യം ഇങ്ങോട്ട് വരും, ഉള്ളിലോട്ട് വരും. കുറെ കാൽഷ്യം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മക്കളെ? ഉള്ളിലെ നെഗറ്റിവിറ്റി കുറയും. സോ ഉള്ളിൽ എന്ത് സംഭവിക്കും മക്കളെ? പോസിറ്റിവിറ്റി വരും, അല്ലെങ്കിൽ ഡീപോളറൈസ്ഡ് ആകും. എക്സാമ്പിൾസ് മനസ്സിലായോ? എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യലിന്റെ എക്സാമ്പിൾസ് മനസ്സിലായോ? ഗ്ലൂട്ടമേറ്റ്, അത് മാത്രം ആലോചിച്ചാൽ മതി. എക്സൈറ്റേറ്ററി ഗ്ലൂട്ടമേറ്റ്, സോഡിയം ചാനൽ ഓപ്പണിംഗ്, ഉള്ളിലോട്ട് സോഡിയം കയറുന്നു. ഓക്കെ, ഇൻഫ്ലക്സ് നടക്കുന്നു. നെക്സ്റ്റ് IPSP. IPSPയിൽ ഹൈപ്പർ പോളറൈസേഷൻ ഓഫ് അറ്റ് സിനാപ്സ് ബൈ ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിൾ ആരാ? മോർഫിൻ എന്താ ചെയ്യുക? മോർഫിൻ ഓപ്പൺസ് പൊട്ടാസ്യം ചാനൽസ്. ദെൻ ഗ്ലൈസിൻ ഈസ് ഓൾസോ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗ്ലൈസിൻ എന്താ ചെയ്യുക? ക്ലോറൈഡിന്റെ എൻട്രി, ക്ലോറൈഡ് ചാനൽസ് ഓപ്പൺ ചെയ്യും. മനസ്സിലായോ? സോ ഉള്ളിൽ നെഗറ്റിവിറ്റി കൂടും. പൊട്ടാസ്യം പുറത്തോട്ടാ പോവുക. പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യം പുറത്തോട്ട് പോകും, ഉള്ളിൽ നെഗറ്റിവിറ്റി കൂടും. നെഗറ്റിവിറ്റി എന്ത് സംഭവിക്കും? കൂടും. അപ്പൊ ഹൈപ്പർ പോളറൈസേഷൻ ആകും. ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റഡ് ആകും. ഫയറിംഗ് ലെവലിന്റെ അടുത്തേക്കൊന്നല്ല, താഴോട്ടേക്കാ പോകുന്നത്. മനസ്സിലായോ? സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇതാണ് -55 എന്ന് പറയുന്ന നമ്മുടെ ഫയറിംഗ് ലെവൽ, നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ സെല്ല് കിടക്കുന്നത് -70യിലാണ്. ഒരു പർട്ടിക്കുലർ EPSP വരുന്നു, ഇത് മാക്സിമം ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുന്നതാ, എത്തൂല. വീണ്ടും അടുത്തൊരു EPSP കൊടുക്കുന്നു, എത്താൻ വേണ്ടി ശ്രമിക്കുന്നു, എത്തൂല. മേ ബി EPSP കഴിഞ്ഞാൽ അവർ താഴോട്ട് തന്നെ വരും. വീണ്ടും എത്താൻ വേണ്ടി ശ്രമിക്കുന്നു, എത്തൂല, താഴോട്ട് തന്നെ വരും. ഇനി നെക്സ്റ്റ് നെഗറ്റീവിലോട്ട്. ഈ നെഗറ്റീവ് ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പോൾ എന്താ വീണ്ടും നെഗറ്റീവ് അല്ലെ? കണ്ടോ? ഇങ്ങനെയാണ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുക. നിങ്ങൾ ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ ഒക്കെ ഗ്രാഫുകൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിൽ ഇങ്ങനെയൊക്കെയാണ് കാണുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ശ്രമം നടത്തും, ഫയറിംഗ് ലെവൽ വരെ എത്താൻ വേണ്ടിയിട്ട് നടക്കില്ല. ഓക്കെ, എക്സാമ്പിൾസ് മനസ്സിലായല്ലോ? സോ ഗ്രേഡഡ് പൊട്ടൻഷ്യലിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ടാകും. ദർ ആർ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഫോർ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. ആ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. സോ ആദ്യം എന്താ എഴുതേണ്ടത്? ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എഴുതുക. പ്രസന്റേഷനാ പറയുന്നത്, ഡെഫിനിഷൻ എഴുതുക. ഡെഫിനിഷനിൽ ഇത് 2 പോയിന്റ് എഴുതിയില്ലെങ്കിൽ ഈ പോയിന്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാണാപ്പാടം പഠിച്ചിട്ടൊരു കാര്യമില്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. GK പാട് വെച്ച ഇതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റണടാ. ഒരു ലോക്കൽ സൈറ്റിലാണ്, നോൺ പ്രൊപ്പഗേറ്റബിൾ ആണ്, ചെറിയ സ്റ്റിമുലസ് ആണ്, അതിന് ഡീപോളറൈസേഷൻ ഉണ്ടാക്കാം, ഹൈപ്പർ പോളറൈസേഷൻ ഉണ്ടാക്കാം. അത് ആ കൺസെപ്റ്റ് മനസ്സിലാവണം. ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും, വായിക്കാൻ എളുപ്പമായിരിക്കും. ദാറ്റ് ഇസ് ദ എയിം ഓഫ് ഫോവിയ. ഫോവിയുടെ എയിം അതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ആരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ട എന്നല്ല, ഫോവി എടുത്ത കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ട എന്നല്ല ഞങ്ങൾ പറയും. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച കുട്ടികളാണ്. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. വി ആർ സോൾവിങ് ദാറ്റ്. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ, ആ ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഫോർ വലിയ PGസിനൊക്കെ വായിക്കാൻ പറ്റുന്ന ടൈപ്പ് ബുക്കുകളും സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒരു ഫസ്റ്റ് ഇയറിൽ +2 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവുക പോലും ഇല്ല അത് വായിച്ചാൽ. ഇറ്റ് ഈസ് ദ ഹോണസ്റ്റ് തിങ്. അതങ്ങനെയാണ്, അതാണ് ട്രൂത്ത്. നമ്മളത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം? ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ലെക്ചർ കേൾക്കുന്നു. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ട് വിൽ ബി ഈസി ഫോർ യു. ഗ്രേഡഡ് പൊട്ടൻഷ്യൽ വായിച്ചു നോക്കൂ, ഈസി ആയിട്ട് മാറും. സോ ഞാൻ പറയുന്നത് അതാണ്. ഈ ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ഡെഫിനിഷൻ എഴുതുന്നു, ടൈപ്സ് എഴുതുന്നു, ദെൻ നിങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്? നെക്സ്റ്റ് എഴുതാൻ പോകുന്നത് എന്താ? എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? ഒന്ന്, ഇറ്റ് വിൽ മേക്ക് ദ മെംബ്രെയിൻ എയ്തർ ഡീപോളറൈസ്ഡ് ഓർ ഹൈപ്പർ പോളറൈസ്ഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡീപോളറൈസ് എന്ന് പറഞ്ഞാൽ ലെസ് പോളറൈസ്ഡ് അല്ലെ? ഇതാണ് ലെസ് നെഗറ്റീവ് ദാൻ RMP. ദിസ് ഈസ് ഡീപോളറൈസേഷൻ. ഓർ ഇറ്റ് മേ മേക്ക് ദ മെംബ്രെയിൻ മോർ നെഗറ്റീവ് ദാൻ RMP. ഇറ്റ് ഈസ് കോൾഡ് എന്ത് മക്കളെ? ഹൈപ്പർ പോളറൈസേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ്. അത് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ മാത്രമാണ്. ബട്ട് ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ് ബട്ട് ഫ്യൂ മൈക്രോമീറ്റർ മാത്രം, വളരെ കുറഞ്ഞ ലെങ്ത് മാത്രമേ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് ഡിക്രിമെന്റൽ. ഡിക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ഈ ഒരു സൈറ്റിലാണ് ഞാൻ സ്റ്റിമുലസ് കൊണ്ടുകൊടുത്തത്. ഇതുവഴിക്ക് പോകും. പക്ഷേ ആ പോകും തോറും അതെന്താ സംഭവിക്കുക? അതിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? ഇവിടെ ഒരു 10 ഉണ്ടെങ്കിൽ ഇവിടെ 4, പിന്നെ 3, പിന്നെ 1 ആയിട്ട് മാറും. മനസ്സിലായി? ഡിക്രിമെന്റ്, ഡീക്കേയിങ് ആണ്. ഡീക്കേ പ്രോഗ്രസീവ്ലി വിത്ത് ലെങ്ത് ആൻഡ് ടൈം. ഇപ്പം ഞാൻ ഒരു 10 മണിക്ക് ഞാൻ സ്റ്റിമുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം.
ഒരു 10-1 ആകുമ്പോൾ അത് തീരുമാനമായിട്ടുണ്ടാവും. ഡീകെ പ്രോഗ്രസീവ്ലി വിത്ത് ഡിസ്റ്റൻസ് ആൻഡ് ഓൾസോ വിത്ത് ടൈം. ടൈമിനും ഡിസ്റ്റൻസിനും അനുസരിച്ച് അത് ഡീകെ ചെയ്യും. അതാണ് മൂന്നാമത്തെ ഫീച്ചർ. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫ്. നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്രേഡഡ്. ഇതൊന്നും നിങ്ങൾ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇതാണ് -55 mV കേട്ടോ. നോക്കൂ, നിങ്ങൾ ചില ആൾക്കാർ വേണ്ടി ഇതിനു വേണ്ടി ഡീപോളറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എത്തൂല. ചില ആൾക്കാർ എത്തും. എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഫോർ എന്താ സംഭവിക്കുക, സ്റ്റിമുലസ് ആയിട്ട് എത്തും. ഓക്കെ, മറ്റൊടുത്ത് ഹൈപ്പർ പോളറൈസേഷൻ നടക്കുന്നുണ്ട്. ഹൈപ്പർ പോളറൈസിങ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ, ഡീപോളറൈസിങ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, weak stimulus causes a small depolarization. Strong stimulus causes a large depolarization. Okay, അതാണ് അതിന്റെ ഫീച്ചർ. A strong stimulus that depolarizes above the threshold triggers an action potential. മനസ്സിലായോ? In the post synaptic neuron, നമ്മൾ EPSP IPSP ഒക്കെ പറഞ്ഞ പോലെ. നെക്സ്റ്റ് ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ വേറൊരു ഫീച്ചർ ആണ് സമ്മേഷൻ. വാട്ട് ഡു യു മീൻ ബൈ സമ്മേഷൻ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ഒരു ന്യൂറോണ് വേറെ ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് സ്റ്റിമുലേഷൻ ആണെന്ന് വിചാരിക്കാം. ആദ്യം ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു. ആ സ്റ്റിമുലേഷൻ പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സ്റ്റിമുലേഷൻ കൊടുത്തു. അത് പോകുന്നതിന് മുമ്പ് അടുത്ത സ്റ്റിമുലേഷൻ കൊടുത്തു. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഞാനിവിടെ അടിക്കുക, ഈ വേദന മാറുന്നതിന് മുമ്പ് അടുത്ത അടി കൊടുക്കുന്നു, ഈ വേദന മാറുമ്പോൾ അടുത്തടി, അടി അടി അടി, ഇതിന്റെ വേദന കൂടൂലേ? സമ്മേഷൻ. നിങ്ങൾ തന്നെ ഇപ്പം തന്നെ വരും, അടിക്കും. നിങ്ങളെ കൈ ഇങ്ങനെ വെക്കുക, കൈ വെച്ച് അടിച്ചു നോക്കൂ. 1 2 3 4. നല്ല വേദനയാ അല്ലേ? പക്ഷെ ഒന്നടിച്ചു, വെയിറ്റ് ചെയ്തു. അടുത്ത അടിച്ചു, വെയിറ്റ് ചെയ്തു. അടുത്ത അടിച്ചു, വെയിറ്റ് ചെയ്തു. വ്യത്യാസം കണ്ടോ? ഒരു സ്റ്റിമുലസ്, ഞാനൊരു സ്റ്റിമുലസ് കൊടുത്തു, വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റിമുലസ് കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട്, അതിന്റെ സിഗ്നൽ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അടുത്ത സ്റ്റിമുലസ് കൊടുക്കുന്നു. വിത്തൗട്ട് ദ ഡീകെ ഓഫ് അതർ ഓർ സിഗ്നൽ ലോസ് ആകുന്നതിന് മുമ്പ് തന്നെ അടുത്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവര് തമ്മിൽ കൂടും, ആഡ് ചെയ്യപ്പെടും, സമ്മേഷൻ നടക്കും അല്ലേ? സമ്മ് എന്ന് പറഞ്ഞാൽ കൂടുക. ഇഫ് എ സെക്കൻഡ് സ്റ്റിമുലസ് അപ്ലൈഡ് ബിഫോർ ദ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് സ്റ്റിമുലസ് ഈസ് ഡിസപ്പിയേർഡ്. ഫസ്റ്റ് സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ചെയ്ത പൊട്ടൻഷ്യൽ പോകുന്നതിന് മുമ്പ്, അവരുണ്ടാക്കിയ ആ ഡിഫറൻസ്, ആ പൊട്ടൻഷ്യൽ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ പോകുന്നതിന് മുമ്പ് നമ്മൾ അടുത്തൊരു സ്റ്റിമുലസ് കൊടുത്താൽ ഇറ്റ് വിൽ ബി ആഡഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഒരു ഗ്രാഫിൽ ഞാനൊരു സ്റ്റിമുലസ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ സ്റ്റിമുലസ് ഡീകെ ചെയ്ത് സീറോ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുത്ത സ്റ്റിമുലസ് കൊടുത്തു. അപ്പം ദേ വിൽ ബി ആഡഡ്. അടുത്ത് കൊടുത്തു, ആഡഡ്. ദിസ് അഡീഷൻ ആണ് നമ്മൾ സമ്മേഷൻ എന്ന് പറയാം അല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ സമ്മേഷൻ ഉണ്ടായ അതിന്റെ ഗുണം എന്താ? യു ക്യാൻ റീച്ച് അപ് ടു ഫയറിംഗ് ലെവലിൽ എത്താൻ പറ്റും. അടുപ്പിച്ച് ഞാൻ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ഫയറിംഗ് ലെവലിൽ എത്താൻ പറ്റും. മനസ്സിലായോ? ഡൺ. ദാറ്റ് ഇസ് സമ്മേഷൻ. ഈ സമ്മേഷൻ രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞ സിനാപ്സ് വെച്ചിട്ടില്ലായിരുന്നോ? IPSP EPSP എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? രണ്ട് രീതിയിലെ സമ്മേഷൻസ് ഉണ്ടാ. നോക്ക്, there is temporal summation and spatial summation. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ വിരൽ വെച്ചിട്ട് ഈ ഒറ്റ വിരല യൂസ് ചെയ്യുന്നത്, നിർത്താതെ ഞാൻ അടിച്ചോണ്ടിരിക്കുക. കണ്ടോ? അടിച്ചോണ്ടിരിക്കുക. ഈ ഒറ്റ വിരല യൂസ് ചെയ്യുന്നത്. ഒരൊറ്റ സ്ഥലത്ത് തന്നെ, ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഞാൻ ഇങ്ങനെ ഒറ്റ നിറവ് കൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. ഒരൊറ്റ വിരൽ ഞാൻ ഒറ്റ സ്ഥലത്ത് കൊടുത്തോണ്ടിരിക്കുക. നിരന്തരമായി കൊടുത്തോണ്ടിരിക്കുകയാണ്. മറ്റേ സ്റ്റിമുലസിന്റെ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിരന്തരമായി കൊടുത്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒറ്റ നെർവ് കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റ സെയിം ന്യൂറോൺ തന്നെ പല തവണ സെക്കൻഡ് ന്യൂറോണിനെ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിനെ, ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ദിസ് ഈസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ഇതിനെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. There will be addition. That type of addition, that type of summation is called temporal summation. സെയിം നെർവ്, സെയിം ന്യൂറോണ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. എന്നാൽ വേറൊരു കേസ് ഉണ്ട്. ഞാൻ ഈ ഒരു സെയിം ഇതിനെ ഡൺ 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 കണ്ടോ? 3 ന്യൂറോൺ ഒരുമിച്ചടിക്കുന്നു എന്ന് വിചാരിക്കാം. 3 ന്യൂറോൺ ഒരുമിച്ചടിക്കുന്നു അല്ലെ? 3 4 ന്യൂറോൺ ഒരുമിച്ചടിക്കുന്നു. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് അല്ലെ? ഡിഫറെന്റ് കേസ് ആണ് അതല്ലേ? അങ്ങനെയും സംഭവിക്കാം. നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ നിങ്ങൾ.
കണ്ടോ? ഒരു 3 ന്യൂറോൺ ഒരുമിച്ച് വന്നിട്ട് ഇവനെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. കണ്ടോ? ഡൺ ഡൺ ഡൺ. ദിസ് ഈസ് കോൾഡ് സ്പേഷ്യൽ സമ്മേഷൻ. യു ഹാവ് ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ സമ്മേഷൻ. ഇതൊക്കെ നടക്കുക എവിടെയാണ് മക്കളെ? ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ കേസസിലാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? So that's all about graded potential. We have discussed resting membrane potential. We have discussed graded potential. Okay അല്ലേ? Next, we will discuss about the action potential of a neuron. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡീപോളറൈസേഷൻ ആണ് കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി ആണ് ഉള്ളിൽ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ്. ആ നെഗറ്റിവിറ്റിയെ ഞാൻ പോസിറ്റിവിറ്റിയിലോട്ട് മാറ്റണം അല്ലെ? ഒരു സ്റ്റിമുലസ് എനിക്ക് വരുന്നു, ആ സ്റ്റിമുലസ് വന്നിട്ട് ഇതിനെ നെഗറ്റിവിറ്റി, ഉള്ളിലെ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റിയെ ആക്കി മാറ്റുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവിക്കുക. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ വന്നിട്ട് ഒരു സ്റ്റിമുലസ് വരുന്നു, ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഇവിടെ എന്ത് സംഭവിക്കും? സ്റ്റിമുലസ് വരുമ്പോൾ സ്റ്റിമുലസ് ഇവിടെ എന്താക്കി മാറ്റും? ഇതിനെ പോസിറ്റീവ് ആക്കി മാറ്റും, ഇതിനെ നെഗറ്റീവ് ആക്കി മാറ്റും എന്ന് വിചാരിക്കാം. കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ? ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാം. ഇവർ തമ്മിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ഇവിടെ പോസിറ്റീവ് ആകും, നെക്സ്റ്റ് ഇവിടെ പോസിറ്റീവ് ആകും, ഇവിടെ നെഗറ്റീവ് ആകും. ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഒരു പ്രത്യേകത അതാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ ബി പ്രൊപ്പഗേറ്റഡ്. മനസ്സിലായോ? അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ കേസിൽ ചെറിയൊരു ലെങ്ത്തിലെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മക്കളെ? ചെറിയൊരു ലെങ്ത്തിലെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇത് വലിയ ലെങ്ത്തിൽ, ഫുൾ ലെങ്ത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും എന്നുള്ളത് ആലോചിക്കാം. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓഫ് എ ന്യൂറോൺ എന്ന് പറയുന്നത് -70 ആണ്. എല്ലാവർക്കും അറിയാം. ഈ -70യിൽ നിന്ന് അത് -55 എത്തിക്കഴിഞ്ഞാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. സോ നമുക്കറിയാം കുറെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് അല്ലെ? ഇവിടെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് -50 എത്താൻ. പറ്റില്ല. ഏതൊരു സ്റ്റിമുലസ് എത്തിയപ്പോ ഇതെന്ത് ചെയ്തു? -55 എത്തി. -55 എത്തിക്കഴിഞ്ഞാൽ there will be a സ്പൈക്ക് പൊട്ടൻഷ്യൽ ഒക്കെ ചെയ്യും. -55 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ സെല്ലിന്റെ ഉള്ളിലോട്ട് ഒരുപാട് പോസിറ്റിവിറ്റി കടന്നു കയറും. എന്താ പറഞ്ഞത് ഞാൻ? ഈ ഒരു പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെല്ലിന്റെ ഉള്ളിലോട്ട്, അതല്ലേ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ, സെല്ലിന്റെ ഉള്ളിൽ ഒരുപാട് പോസിറ്റിവിറ്റി വന്നു ചേരും. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അറ്റ് ദിസ് സ്റ്റേജ്, ദിസ് ഫയറിംഗ് ലെവൽ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുക എപ്പോഴാണ്? ഫയറിംഗ് ലെവൽ എത്തുമ്പോഴാണ് അല്ലെ? അറ്റ് ദിസ് വോൾട്ടേജ് ഏത് വോൾട്ടേജ്? -55 മില്ലി വോൾട്ട് എന്ന് പറയുന്ന ഫയറിംഗ് ലെവലില് ന്യൂറോൺ എത്തുന്ന സമയത്ത് ന്യൂറോണില് വോൾട്ടേജ് ഗേറ്റഡ്, നേരത്തെ പറഞ്ഞ ലീക്കി ചാനൽ ഒന്നുമല്ല, ഇവിടെ ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഞാൻ പറഞ്ഞു, അതാണ് വോൾട്ടേജ് അല്ലെ? -55 മില്ലി വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് എത്തുന്ന സമയത്ത് particular channels will be opened. That voltage gated sodium channels, പറയട്ടെ എൻ്റെ ഒപ്പം പറയും, voltage gated sodium channels which contains 2 gates. voltage gated sodium channels, അതിൻ്റെ ഉള്ളിൽ 2 gates ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ voltage gated sodium channels അങ്ങ് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്കാണ് സോഡിയം കടന്നു വരിക? എക്സ്ട്രാ സെല്ലർ ഫ്ലൂയിഡ്സിലല്ലേ ഓൾറെഡി സോഡിയം കൂടുതലുള്ളത്, അവിടെ നിന്ന് ഒരുപാട് സോഡിയം ഉള്ളിലോട്ട് കടന്നു വരും. അപ്പൊ ഉള്ളിൽ എന്ത് സംഭവിക്കും മക്കളെ? മാസീവ് ഇൻഫ്ലക്സ് ഓഫ് സോഡിയം ഒക്കേഴ്സ്. അപ്പൊ ഉള്ളിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പൊ ഈ -55 നിന്ന് മച്ചാൻ എങ്ങോട്ട് പോകും? +35 പോകും. അപ്പം ഇൻസൈഡ് ദ സെൽ എന്ത് സംഭവിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ശ്രമം നടത്തി, സ്റ്റിമുലസ് കോസസ് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. അങ്ങനെ എന്താ സംഭവിക്കുള്ളൂ? ചെറിയ സോഡിയം ചാനൽസ് ഒക്കെ ലീക്കി, സോഡിയം ചാനൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. പക്ഷെ ഇവർക്ക് വലിയ രീതിയിൽ ആ പർട്ടിക്കുലർ സൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഡിയം ചാനൽ ഓപ്പൺ ചെയ്തു, അവരൊരു പോളറൈസേഷൻ ഉണ്ടാക്കി, ഡീപോളറൈസേഷൻ ഉണ്ടാക്കി. പക്ഷെ എന്നോണ്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഏതോ ഒരു സ്ട്രോങ് സ്റ്റിമുലസ് വന്നപ്പോ എന്ത് ചെയ്തു മക്കളെ? സ്ട്രോങ് സ്റ്റിമുലസ് എന്ത് ചെയ്തു? പറയൂ. -55 എത്തിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഓപ്പൺ ചെയ്തു. സോഡിയം ഉള്ളിലോട്ട് ഒരുപാട് വന്നു. ദാറ്റ് സോഡിയം കോസസ് ഡീപോളറൈസേഷൻ അപ് ടു +35 വരെ
ഡീപോളറൈസേഷൻ നടന്നു. അങ്ങനെ +35 വരെ ആരെത്തിച്ചു? ഉള്ളില് സെല്ലിന്റെ ഇൻസൈഡിനെ +35 വരെ എത്തിച്ചു. ഗ്രാഫ് വരയ്ക്കാം പഠിക്കുമല്ലോ. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുമല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ഗ്രാഫാണ്. അപ്പം കണ്ടോ, ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ഡീപോളറൈസ് ചെയ്തു, +35 എത്തി. പറഞ്ഞ മനസ്സിലായല്ലോ. അതിനെയാണ് സ്പൈക്ക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര സ്പൈക്കാ വന്നത്. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഓൾ ഓർ നൺ ലോ. ഓൾ ഓർ നൺ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 100. ഓൾ ഓർ നൺ ലോ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ നീ ഫയറിംഗ് ലെവലിൽ എത്തിയോ, നീ ജയിച്ചിരിക്കും. നമ്മൾ പറയില്ലേ, നമ്മളൊരു പരീക്ഷയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം മാർക്ക് വേണമല്ലേ. മിനിമം മാർക്ക് കിട്ടിയ നീ ജയിച്ചു, ദർ ഇസ് നത്തിങ്. ആ മാർക്ക് എത്തിയിട്ടില്ല, അപ്പൊ 50 മാർക്കാണെന്ന് വിചാരിക്കും. 50 മാർക്ക് നീ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചു, നിന്നെ ടോപ്പറാക്കി അങ്ങ് തീരുമാനിച്ചു. നമ്മൾ A+ന്റെ ഒക്കെ കഥ അങ്ങനെയല്ലേ. A+ ആയി, നീ ടോപ്പായി, നീ റെഡിയായി. എന്നാൽ നീ 50 എത്തിയിട്ടില്ലെങ്കിൽ നീ ഫെയിലായി. ഇറ്റ് വോണ്ട് ഒക്കർ. അതിൽ നിന്നെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾ ഓർ നൺ ലോ അതാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഫയറിംഗ് ലെവൽ എത്തിയിട്ടുണ്ടോ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും, 100% ഉറപ്പാണ്. ഫയറിംഗ് ലെവൽ എത്തിയിട്ടുണ്ടോ, എത്തിയിട്ടില്ലേ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ഓൾ ഓർ നൺ ലോ. ഫയറിംഗ് ലെവൽ എത്തിയാൽ ആക്ഷൻ പൊട്ടൻഷ്യൽ, എത്തിയിട്ടില്ലേ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. സോ ദ സ്പൈക്ക് പൊട്ടൻഷ്യൽ ഈസ് ഫോംഡ് ഡ്യൂ ടു വാട്ട്? ഫയറിംഗ് ലെവൽ എത്തി, കൊടുത്ത സ്റ്റിമുലസ്, ആ സ്റ്റിമുലസിന്റെ ഫീച്ചറാ, ആ പൊട്ടൻഷ്യലിന്റെ ഫീച്ചറാ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഒബേസ് ഓൾ ഓർ നൺ ലോ. എന്നാൽ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ വോണ്ട് ഒബേ ഓൾ ഓർ നൺ ലോ. ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഓൾ ഓർ നൺ ലോ ഒബേ ചെയ്യില്ല. മനസ്സിലായോ? അത് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയൊരു ഡിഫറൻസ് ആണ് ആക്ഷൻ പൊട്ടൻഷ്യലും നമ്മുടെ ഇവനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. ഗ്രേഡഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓൾ ഓർ നൺ ലോ ഒബേ ചെയ്യില്ല. അപ്പോ ഈ ഓൾ ഓർ നൺ ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ -55 മില്ലി വോൾട്ടിലേക്ക് നമ്മളൊരു സ്റ്റിമുലസ് പൊട്ടൻഷ്യലിന് എത്തിച്ചു കഴിഞ്ഞാൽ സ്പൈക്ക് പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. അങ്ങനെ സ്പൈക്ക് പൊട്ടൻഷ്യൽ എത്തിയത് +35 മില്ലി വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ, ദാറ്റ് പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ ഇനി സോഡിയം ചാനൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ക്ലോസ്. മതി, എന്റെ പണി കഴിഞ്ഞു, ക്ലോസ് ചെയ്യും. അപ്പൊ ഇനി ആരാ ഓപ്പൺ ചെയ്യാം? പൊട്ടാസ്യം ചാനൽ വിൽ ഓപ്പൺ. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റെസ്റ്റിംഗിൽ നല്ലപോലെ നിന്നിരുന്ന ഒരു ചെങ്ങായിനെ പിടിച്ച് ഞാൻ സ്റ്റിമുലസ് കൊടുത്തു. ഇനി ഈ സ്റ്റിമുലസ് കാരണം എന്റെ പൊട്ടൻഷ്യൽ +35 എത്തി. ഓക്കെ, നല്ലതാ, ഓക്കെ. പക്ഷെ അതിലിങ്ങനെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് തിരിച്ച് റെസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് എത്തണം. ആ സെൻസേഷൻ അറിഞ്ഞു കഴിഞ്ഞു, ഞാൻ ചൂട് അറിഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് നേരെ നോർമൽ ലൈനിൽ എത്തണം. നോർമൽ ലൈനിൽ എത്തണം എന്നുണ്ടെങ്കിൽ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലോട്ട് അതിനെത്തിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ചെന്ത് സംഭവിക്കണം? പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യണം. പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കൂടുതൽ പൊട്ടാഷ്യം എങ്ങോട്ട് പോകും? ഔട്ട്സൈഡ് പോകും, ഇഫ്ലക്സ് നടക്കും. കാരണം ഓൾറെഡി ഇൻസൈഡ് ആണ് പൊട്ടാഷ്യം കൂടുതലുള്ളത്. സോ പൊട്ടാഷ്യം ഇഫ്ലക്സ് നടക്കും. പൊട്ടാഷ്യം ഓപ്പൺ ചെയ്യുമ്പോൾ പൊട്ടാഷ്യം ഇഫ്ലക്സ് നടക്കും. അപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഏകദേശം അവരെത്തിയിട്ടുണ്ടാകും, പൊട്ടാഷ്യം കൂടി പുറത്തോട്ട് പോകുമ്പോൾ. ശരിയല്ലേ? പക്ഷേ എക്സാക്ട്ലി ഇത് തന്നെയാണോ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ? കുറെ സോഡിയം ഉള്ളിലോട്ട് വന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിനെ കുറെ പൊട്ടാസ്യത്തിന് പുറന്തള്ളിയത് കൊണ്ട് തിരിച്ചെത്താം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനാണോ വേണ്ടിയത്? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് വരണം. എന്ത് വരണം? ഉള്ളില് പൊട്ടാസ്യം കൂടുതലും പുറത്ത് സോഡിയം കൂടുതലുള്ള പണ്ടത്തെ സ്റ്റേറ്റിലോട്ട് അതിനെ തിരിച്ചെത്തിക്കണം. അതിനുവേണ്ടി പിന്നെയും കുറെ കാര്യങ്ങൾ നടക്കും. നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് 3 സോഡിയത്തിനെ പുറത്തോട്ട് തള്ളിയിട്ട് 2 പൊട്ടാസ്യത്തിന് ഉള്ളിലോട്ട് നടത്തി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കും. സോഡിയം പൊട്ടാസ്യം പമ്പിന് വലിയൊരു പണി ഇവിടെ ഉണ്ട്, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലോട്ട് എത്തിക്കാൻ, ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ തിരിച്ചെത്തിയത് പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സോഡിയം ചാനലിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടാസ്യം ചാനലിന്റെ ഓപ്പണിങ് വളരെ സ്ലോ ആണ്. അപ്പം ദ ടൈം ഫോർ റീപോളറൈസേഷൻ, നേരത്തെ പറഞ്ഞത് ഡീപോളറൈസേഷൻ ആയിരുന്നു സ്പൈക്ക് പൊട്ടൻഷ്യലിലോട്ട് എത്തിയത്. ഇനി പറയുന്നത് റീപോളറൈസേഷൻ ആണ്.
സോ ദ ടൈം ഫോർ റീപോളറൈസേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോറി, കുറവല്ല, കൂടുതലാണ്. കാരണം ഇത് മെല്ലെ തുറക്കുള്ളൂ, മെല്ലെ അടയ്ക്കുള്ളൂ. അടയാനും കുറച്ചധികം സമയം എടുക്കും. സോ പൊട്ടാസ്യം ചാനൽസ്, due to slow nature of potassium channels, repolarization is longer than depolarization. So that repolarization has a long two phases: early repolarization and late repolarization. Repolarization, early repolarization, late repolarization ഉണ്ട്. പൊട്ടാസ്യം ചാനൽ ഞാൻ പറഞ്ഞു അടയാനും കുറെ സമയം എടുക്കും. ആസ് മച്ച് ആസ് പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ചെയ്തിരിക്കുന്നുവോ അത്രത്തോളം നെഗറ്റിവിറ്റിയിലോട്ട് നമ്മുടെ സെല്ലിന്റെ ഉൾഭാഗം പോയിക്കൊണ്ടേയിരിക്കും, ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. സോ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ കഥ പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ആദ്യം വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഓപ്പൺ ആയി. അത് കാരണം എന്തൊരു വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഓപ്പൺ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്പൈക്ക് പൊട്ടൻഷ്യൽ കിട്ടി. അവിടെ ആര് പിന്നെ ക്ലോസ് ചെയ്യും? വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ക്ലോസ് ആവും. ഈ +35 ഒക്കെ എത്തുമ്പോൾ, +30 പോസിറ്റീവ് ഒക്കെ എത്തുമ്പോൾ വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യും. അങ്ങനെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ പൊട്ടാഷ്യം പുറത്തോട്ട് പോകും, പൊട്ടാഷ്യത്തിന്റെ ഡിഫ്ലക്സ് നടക്കും. ഈ ഒരു ഫേസിന് തന്നെ യു ഹാവ് എ ഏർലി റീപോളറൈസേഷൻ ആൻഡ് എ ലേറ്റ് റീപോളറൈസേഷൻ. ഓക്കെ, ഏർലി റീപോളറൈസേഷനും ലേറ്റ് റീപോളറൈസേഷനും ഉണ്ട്. സോറി, ആദ്യത്തെ ഒരു വൺ തേർഡോളം ഏർലി റീപോളറൈസേഷൻ ആണ്, പിന്നുള്ളൊരു ഭാഗം ലേറ്റ് റീപോളറൈസേഷൻ ആണ്. അപ്പം ഇതാ ഈ ഒരു റീജിയനിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ ഫയറിംഗ് ലെവലിലേക്ക് എത്തുമ്പോൾ വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽസ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യാൻ തുടങ്ങും. അപ്പം പുറത്തോട്ട് പോകുന്ന പൊട്ടാസ്യത്തിന്റെ അളവ് കുറയും. പിന്നെ മെല്ലെ ഇത് ക്ലോസ് ചെയ്യാൻ കുറെ സമയം എടുക്കും. അപ്പൊ വീണ്ടും വീണ്ടും ഇത് താഴോട്ടേക്ക് തന്നെ പോകും. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ എത്തിയിട്ട് വീണ്ടും വീണ്ടും താഴോട്ട് പോകും. കാരണം അത്രയും നേരം പൊട്ടാസ്യം ചാനൽസ് ഓപ്പൺ ആണ്. ഇവിടെ പൊട്ടാസ്യം ചാനൽസിനോടൊപ്പം ലീക്കി ചാനൽസും കൂടി, വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽസിനോടൊപ്പം തന്നെ ലീക്കി ചാനൽസും കൂടി ഓപ്പൺ ആണ്. ഓൾ ലീക്കി ചാനൽസ് ഓപ്പൺ ആണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പൊട്ടാസ്യത്തിന് വലിയ പങ്കുണ്ട്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എല്ലാ ലീക്കി ചാനൽസും ഓപ്പൺ ചെയ്യുമ്പോൾ പൊട്ടാസ്യം വീണ്ടും ഉള്ളിലോട്ട് വരും. ഓൾറെഡി നഷ്ടപ്പെട്ടു പോയ പൊട്ടാസ്യം ഉണ്ടായിരുന്നല്ലോടാ, ആ പൊട്ടാസ്യം ഒക്കെ ലീക്കി ചാനൽസ്, കാരണം ഉള്ളിലോട്ടാണ് അവരെല്ലാം, പുറത്തോട്ട് തന്നെ പോകും. പിന്നെ സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ലീക്കി ചാനൽസ് ഇവിടെ ഓപ്പൺ ആണ് റെസ്റ്റിംഗ് മെമ്പറിന്റെ സമയത്ത്. അപ്പം വീണ്ടും പിന്നെ എന്ത് ചെയ്യും? ഹൈപ്പർ പോളറൈസേഷനിലോട്ട് പോകും. വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് ഇവിടുന്ന് ഓപ്പൺ ആയ വോൾട്ടേജ് ഗേറ്റഡ് ചാനൽസ് ഇപ്പോഴും ഓപ്പൺ തന്നെ കുറച്ചൊക്കെ. അപ്പം വീണ്ടും പിന്നെ നെഗറ്റീവ് ആയിട്ട് തന്നെ നിൽക്കും, ഹൈപ്പർ പോളറൈസേഷൻ തന്നെ ആയിട്ട് നിൽക്കും. അറ്റ് ലാസ്റ്റ് എല്ലാ വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനലും ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിലോട്ട് തിരിച്ചെത്തും. ദിസ് ഈസ് നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ്. 5 മാർക്കിനും 10 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാവുന്ന ടോപ്പിക്കാണ്. റെഡി അല്ലേ? ഏർലി റീപോളറൈസേഷനും ലേറ്റ് റീപോളറൈസേഷനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ വി ഹാവ് 2 phases in repolarization: early repolarization and late repolarization. Then hyperpolarization, വേറൊരു കൺസെപ്റ്റ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു -55 എത്തുന്ന സമയത്ത് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് വിൽ ബി ഓപ്പൺ അല്ലേ? അവർ ഓപ്പൺ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വീടിനൊരു ഗേറ്റ് ഉണ്ടാകും, പിന്നെ ഒരു എന്തുണ്ടാവും പറയും, ഡോറും ഉണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ വീട്ടിലെ ഗേറ്റ് വേണമെങ്കിൽ ഒരാള് നല്ല ഉഷാറായിട്ട് തള്ളിയാ തുറക്കും അല്ലെ? ഗേറ്റ് അങ്ങനെ നമ്മൾ വലിയ ക്ലോസ് ഒന്നും ഇട്ടില്ല, ആൾക്കാർക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഗേറ്റ് എന്ത് ചെയ്യും? ഒന്നങ്ങോട്ട് തള്ളിയ ഗേറ്റ് തുറക്കാം. പക്ഷേ എന്റെ വീടിന്റെ മെയിൻ ഡോർ ഉണ്ടല്ലോ, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബെല്ലടിച്ച് മുട്ടി ബെല്ലടിച്ച് ഞാൻ തുറക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ എന്റെ വീട്ടിന്റെ ഉള്ളിലത്തെ വാതില് അല്ലെ, മെയിൻ വാതില് തുറക്കുള്ളൂ. ഗേറ്റ് തുറന്ന് വേണമെങ്കിൽ ഇപ്പം ഒരു ആള് വരികയാണ്, ഒരു യാചകൻ വരികയാണെന്ന് വിചാരിക്കുക. യാചകൻ ഗേറ്റ് ഒക്കെ തുറന്നു വരുന്നു, അയാൾ ബെല്ലടി. ഞാൻ തീരുമാനിക്കണം തുറക്കണോ വേണ്ടെന്നുള്ളത്, ശരിയല്ലേ? അപ്പം സോഡിയം ചാനലിനെ സംബന്ധിച്ചിടത്തോളം 2 ഗേറ്റുകളുണ്ട്. ഒന്ന് ഔട്ടർ ഗേറ്റ്. ദാറ്റ് ഔട്ടർ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഉള്ളിലോട്ട് വരാം, ശരിയല്ലേ? എന്റെ വീട്ടിന്റെ വാതിലും തുറന്നെടുക്കുകയായിരിക്കാം, അപ്പൊ അയാൾക്ക് സുന്ദരമായിട്ട് ഉള്ളിലോട്ട് വരാം. പക്ഷെ എന്റെ വീട്ടിലെ വാതിൽ പൂട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കണം തുറക്കണോ വേണ്ട എന്നുള്ളത്.
അയാൾക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ഈവൻ ദോ ഗേറ്റ് തുറന്നെടുക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ഇനി ഗേറ്റ് തുറക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ശക്തി വേണം അല്ലെ? ആ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഗേറ്റ് തുറക്കാം. സോ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമുക്ക് 2 ഗേറ്റ് ഉണ്ട് ഇവിടെ. ഒന്ന് മെയിൻ ഗേറ്റും പിന്നെ ഒന്ന് നമ്മുടെ ഉള്ളിലെ ഡോർ, അത് ഗേറ്റ് അയക്കരുത്. സോ നമ്മുടെ സോഡിയം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഔട്ടർ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. Then you have inner സൈഡിലെ ഗേറ്റ്. നിങ്ങൾ മനസ്സിലാക്കുക, 2 ഗേറ്റ് ഒരുമിച്ച് ക്ലോസ് ചെയ്ത് നിൽക്കില്ല. ക്ലോസ്ഡ് ഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഇപ്പം ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, 2 ഗേറ്റ് ഒരുമിച്ച് തുറന്നു നിൽക്കൂല. ഒരു ഗേറ്റ് പൂട്ടിയാൽ മറ്റേ ഗേറ്റ് തുറന്നു കിടക്കും. അങ്ങനെ വിചാരിക്കട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തത്തെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, അപ്പോൾ ഉള്ളിൽ വേണമെങ്കിൽ തുറന്നിടാന്നുള്ള ലെവലിൽ നമ്മൾ നിർത്തുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരാൾ വന്ന് മുട്ടുന്നു. ആരാ? സ്റ്റിമുലസ് വന്ന് മുട്ടുന്നു. സ്റ്റിമുലസ് -55 മില്ലിവോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടുമ്പോ ആര് തുറക്കപ്പെടും? ഗേറ്റ് തുറക്കും. ഈ ഗേറ്റ് തുറക്കും. ദിസ് ഈസ് ദി ഗേറ്റ് ഫസ്റ്റ് തുറക്കപ്പെടുന്നു. ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആര് ഉള്ളിലേക്ക് വരുന്നു? ഓൾറെഡി നമ്മുടെ ഈ ഗേറ്റും ഉള്ളത്തെ ഗേറ്റും തുറന്നെടുക്കുക. ഓൾറെഡി ആര് കയറി വരും? സോഡിയം വിൽ എൻറ്റേഴ്സ്. സോ ഈ ഗേറ്റ് തുറന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ടിവേഷന് കാരണം. സോ ദിസ് ഗേറ്റ് ഈസ് കോൾഡ് ഔട്ടർ ആക്ടിവേഷൻ ഗേറ്റ്. നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് GK-പാലൊക്കെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. സെയിം സാധനം ഈ ഔട്ടർ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. കൺഫ്യൂസ്ഡ് ആകരുത്, ഇപ്പം പറയുന്നത് പഠിച്ചാൽ മതി. ഓക്കെ, ഔട്ടർ സാധനം ആക്ടിവേഷൻ ഗേറ്റ് അല്ലെ. ഔട്ടർ സാധനം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബി ഓപ്പൺ ആൻഡ് സോഡിയം വിൽ എൻറ്റേഴ്സ്. ഓക്കെ, അപ്പം റെസ്റ്റിംഗ് സ്റ്റേറ്റില് എന്താ സംഭവിക്കുക എന്ന് വെച്ചാല്, ജസ്റ്റ് വൺ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഔട്ടർ സാധനമാണ് ആക്ടിവേഷൻ ഗേറ്റ്, ഇന്നർ സാധനം ഇനാക്ടിവേഷൻ ഗേറ്റ് ആണ്. ഓക്കെ, സോ റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യലിലെ ഇന്നർ ഗേറ്റ് ഓപ്പൺ ആണ്, ഔട്ടർ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഫയറിംഗ് ലെവൽ എത്തിയപ്പോൾ സ്റ്റിമുലസ് വന്ന് മുട്ടുന്നു ഔട്ടർ ഗേറ്റ് തുറക്കുന്നു. ഇന്നർ ഗേറ്റ് ഓൾറെഡി തുറന്നു കിടക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ആരെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? ഔട്ടർ ഗേറ്റ് ആണ്. സോ ഫയറിംഗ് ലെവൽ എത്തുമ്പോൾ രണ്ടും തുറന്നെടുക്കാം. സോഡിയം സുന്ദരമായിട്ട് ഉള്ളിലോട്ട് വരും. അറ്റ് സ്പൈക്ക് പൊട്ടൻഷ്യൽ എത്തി. ഇത് കണ്ടോ, അറ്റ് RMP, അറ്റ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ, ആക്ടിവേഷൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഗേറ്റ് ക്ലോസ്ഡ് ആണ്, ഇനാക്ടിവേഷൻ ഗേറ്റ് ഓപ്പൺ ആണ്. അറ്റ് ഫയറിംഗ് ലെവൽ രണ്ടും ഓപ്പൺ ആണ്. സ്പൈക്ക് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ അത് ഏർലി റീപോളറൈസേഷൻ ഫേസ് അല്ലെ. ആര് ക്ലോസ് ചെയ്യാൻ തുടങ്ങി? സോഡിയം ചാനൽ ക്ലോസ് ചെയ്യാൻ തുടങ്ങി. ആരാണ് ആദ്യം ക്ലോസ് ചെയ്യുക? ആദ്യം ക്ലോസ് ചെയ്യപ്പെടുക ഇന്നർ ഗേറ്റാ. മനസ്സിലായോ? ഇന്നർ ഗേറ്റ് ആദ്യം ക്ലോസ് ചെയ്യാം. ഔട്ടർ ഗേറ്റ് ഈവൻ തോ ഏർലി റീപോളറൈസേഷന്റെ സമയത്ത് ഔട്ടർ ഗേറ്റ് എന്തായിരിക്കും മക്കളെ? തുറന്നു കിടക്കുകയായിരിക്കും. സോ ദ ഫേസ് ഏർലി റീപോളറൈസേഷൻ ഫേസിൽ ഔട്ടർ ആക്ടിവേഷൻ ഗേറ്റ് ഓൾറെഡി ഓപ്പൺ ആണ്. പക്ഷെ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആര്? ഉള്ളിലെ ഇന്നർ ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇനാക്ടിവേറ്റഡ്. പിന്നെ ഉള്ളിലേക്ക് കയറാൻ കഴിയും? സോഡിയത്തിന് ഉള്ളിലേക്ക് കയറാൻ കഴിയും? ഇന്നർ ഗേറ്റ് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറാൻ കഴിയുമോ? ഇല്ല അല്ലെ. ഇന്നർ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ഉള്ളിലേക്ക് കയറാൻ കഴിയോ? ഇല്ല, ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഇങ്ങനെ ഇവിടെ പുറത്ത് കിടക്കും. സോ ദേ വോണ്ട് ഗെറ്റ് ഇൻ. ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. സോ ഈ ഗേറ്റ് ക്ലോസ് ആയപ്പോ നമ്മുടെ സോഡിയം ചാനൽ എന്ത് സംഭവിച്ചു? ഇനാക്ടിവേറ്റഡ് ആയി. സോ ദിസ് ഇന്നർ ഗേറ്റ് ഈസ് കോൾഡ് ഇനാക്ടിവേഷൻ ഗേറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സ്റ്റിമുലസ് വന്നാൽ തുറക്കാൻ സാധ്യമാകുന്ന ഗേറ്റ് ഏതാ? ദിസ് ഗേറ്റ്, ഔട്ടർ ആക്ടിവേഷൻ ഗേറ്റ്. എന്നാൽ ഇവിടെ എത്ര സ്റ്റിമുലസ് കൊടുത്താലും ഈ ഗേറ്റ് തുറക്കൂല. സ്റ്റിമുലസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. എത്ര ബെല്ലടിച്ചിട്ടും എത്ര മുട്ടിയിട്ടും കാര്യമില്ല. ഞാൻ വിചാരിക്കണത് തുറക്കണം വേണ്ട എന്നുള്ളത്, തുറക്കൂല. സോ ഡ്യൂറിങ് ദ ഏർലി റീപോളറൈസേഷൻ നീ എത്ര സ്റ്റിമുലസ് എക്സ്ട്രാ കൊടുത്തോ,
ഒരു കാര്യമില്ല. നീ എത്ര സ്റ്റിമുലസ് എക്സ്ട്രാ കൊടുത്താലും ഈ ചെങ്ങായി തുറക്കാൻ പോകുന്നില്ല, ഇവൻ തുറക്കപ്പെടില്ല. മനസ്സിലായോ? അപ്പൊ ഫയറിംഗ് ലെവലില് നീ സ്റ്റിമുലസ് കൊടുത്തപ്പോ ഇവൻ തുറന്നു. ഏർലി റീപോളറൈസേഷനിലും നമുക്ക് വേണമെങ്കിൽ സ്റ്റിമുലസ് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ അടിച്ചു കൊടുക്കാം അല്ലേ? പക്ഷേ ഒരു സാധനം കൊടുത്തു, ആ സാധനം സ്ട്രെങ്ത് ഉണ്ട്, ഫയറിംഗ് ലെവലിലെത്തി, അവൻ സ്പൈക്കിലെത്തി. കാരണം എന്താ സ്പൈക്കിലെത്താൻ കാരണം? പുറത്തുള്ള ഓപ്പൺ ഗേറ്റ് തുറന്നുകൊണ്ടാണ് അല്ലെ, ഔട്ടർ ഗേറ്റ് തുറന്നുകൊണ്ടാണ്. പക്ഷേ അത് വിചാരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ അടിച്ചു കൊടുത്ത് നീ അടിച്ചോടെ തുറക്കണം എന്നില്ല. കാരണം എന്താ? ഉള്ള ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞു. ഏർലി റീപോളറൈസേഷന്റെ ഉള്ളിലെ ഗേറ്റ് ക്ലോസ് ആയി കഴിഞ്ഞു. സോ a stimulus can open a sodium channel only if it act on closed outer activation channel. അല്ലെ, ഒരു സ്റ്റിമുലസിന് ഔട്ടർ ആക്ടിവേഷൻ ചാനലിന്റെ മേലെ ആക്ട് ചെയ്താൽ മാത്രമേ അതിനെ തുറക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇന്നർ ഇനാക്ടിവേഷൻ ചാനൽ തുറന്നു കിടക്കുകയായിരിക്കും അല്ലെ. ഔട്ടറും കൂടി തുറന്നു കഴിഞ്ഞാൽ സോഡിയം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറും. പക്ഷേ അറ്റ് പർട്ടിക്കുലർ സ്റ്റേജ് ദിസ് ഇന്നർ സ്റ്റേജ് ക്ലോസ് ആവും. ഇന്നർ സ്റ്റേജ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എത്ര സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് നടക്കില്ല? ഫർദർ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യില്ല. മനസ്സിലായോ? സോ ഇൻ ഏർലി റീപോളറൈസേഷൻ the outer channel is already open, but inner inactivation channel is closed. So stimulation can't open the inner inactivation channel. Next ഒരു stimulation നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ inner inactivation channel won't open. ഇനി ഓപ്പൺ ചെയ്യില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫർദർ നിങ്ങൾ എത്ര സ്റ്റിമുലസ് കൊടുത്തോ it can't produce an action potential. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഗ്രേഡഡ് പൊട്ടൻഷ്യലിന്റെ കേസിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. ഇവിടെ ഈ അഡീഷൻ നടക്കില്ല. കാരണം എന്താ? ദേ ആർ ഗോയിങ് ഫോർ എ റിഫ്രാക്ടറി പീരിയഡ് വേർ സോഡിയം ചാനലിന്റെ ഇനാക്റ്റീവ് ഗേറ്റ് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ എത്ര സ്റ്റിമുലസ് കൊടുത്താലും ഇറ്റ് വോണ്ട് produce an action potential. It is called a refractory period. This concept is called a refractory period. Sodium channel inactive gate close ആയി നിലനിൽക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് എത്ര ഫർദർ ആയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ കൊടുത്താലും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാത്ത വിധം ആ എക്സൈറ്റബിൾ ടിഷ്യൂ നിലനിൽക്കുന്നതിനെ റിഫ്രാക്റ്ററി പീരിയഡ് എന്ന് പറയും. ബട്ട് ഇൻ കേസ് ഈ ഇനാക്റ്റീവ് ചാനൽ തുറന്നു വിചാരിക്കാം, ഇനാക്റ്റീവ് ചാനൽ തുറന്നു പക്ഷെ ഔട്ടർ ആക്ടിവേഷൻ ചാനൽ പൂട്ടിന്ന് വിചാരിക്കാം. ആ ഒരു സ്റ്റേറ്റ് പിന്നെയും വീണ്ടും വന്നു വിചാരിക്കാം. അപ്പൊ നമ്മളൊരു സ്ട്രോങ്ങർ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തുറക്കും. പിന്നെ വീണ്ടും എന്ത് ചെയ്യപ്പെട്ട നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ചാനൽ തുറന്നു, ഉള്ളിലെ ചാനൽ തുറന്നു, ഉള്ളിലെ ഗേറ്റ് തുറന്നു, പുറത്ത് ഗേറ്റ് പൂട്ടി. ഓക്കെ, അപ്പൊ ഇനിയൊരു സ്റ്റിമുലസ് കൊടുത്താൽ തുറക്കും, ഇതും വീണ്ടും നടക്കും. മനസ്സിലായില്ലേ? A stronger stimulus can itself open a closed outer activation gate, but no stimulus can itself open a closed inactivation gate. Okay, late repolarization എത്തുമ്പോൾ ഔട്ടർ ആക്ടിവേഷൻ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇന്നർ ഇനാക്ടിവേഷൻ ഗേറ്റ് ഓപ്പൺ ആകും. തിരിഞ്ഞു, നമ്മളെ ഫയറിംഗ് ലെവലിലോട്ട് അത് എത്തി. അപ്പൊ ഇനി ഒരു സ്റ്റിമുലസ് വന്നാൽ അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇനിയൊരു സ്റ്റിമുലസ് വന്നാൽ അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പറയടാ എന്റെ ഒപ്പം തന്നെ പറയും. ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ആയടാ, ഇതിങ്ങനെ ആയി അല്ലേ? അപ്പൊ ഇനിയൊരു സ്റ്റിമുലസ് വന്നാൽ വാതിൽ മുട്ടിയാൽ തുറക്കപ്പെടും. മനസ്സിലായോ? ഒരു സ്ട്രോങ് സ്റ്റിമുലസ് വന്നാൽ തുറക്കപ്പെടും. അപ്പോ അറ്റ് ദിസ് ലേറ്റ് റീപോളറൈസേഷൻ എ സ്ട്രോങ്ങർ സ്റ്റിമുലസ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ബൈ ഓപ്പണിംഗ് ദി ക്ലോസ്ഡ് ആക്ടിവേഷൻ ഗേറ്റ്. സോ ദിസ് ഈസ് കോൾഡ് റിലേറ്റീവ് റിഫ്രാക്ടറി പീരിയഡ്. സോ ഞാൻ ആദ്യം പറഞ്ഞ ഏർലി റീപോളറൈസേഷന്റെ കേസാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരിയഡ്. എന്താ മക്കളെ? അബ്സല്യൂട്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? പക്ഷേ നെക്സ്റ്റ് ലേറ്റ് റീപോളറൈസേഷൻ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. കാരണം എന്താണ്? ഔട്ടർ ചാനൽ ക്ലോസ്ഡ് ആണ്, ഇന്നർ ചാനൽ ഓപ്പൺ ആണ്. ഔട്ടർ ചാനൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ആക്ടിവേഷൻ ഗേറ്റ്. സ്ട്രോങ്ങർ സ്റ്റിമുലസ് വന്നാൽ ഇറ്റ് വിൽ ഓപ്പൺ. That is the point of relative refractory period. So by comparing this table, നിങ്ങൾക്ക് എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കാം, 5 ഒക്കെ ചോദിക്കാം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരിയഡ് പറഞ്ഞാൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ സ്റ്റേജ് ആണ് when ആ പർട്ടിക്കുലർ സ്റ്റേജിൽ നോ സ്റ്റിമുലസ് ക്യാൻ പ്രൊഡ്യൂസ് ഫർദർ നെക്സ്റ്റ് ഒരു അനദർ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ കഴിയില്ല. പാർട്ട് ഓഫ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ വിച്ച് നോ സ്റ്റിമുലസ് ക്യാൻ പ്രൊഡ്യൂസ് അനദർ ആക്ഷൻ പൊട്ടൻഷ്യൽ. It extends from the firing level to the
എവിടെ വരെ? ഏർലി റീപോളറൈസേഷന്റെ 1/3 ഓഫ് ദ റീപോളറൈസേഷൻ അല്ലേ? എക്സ്റ്റെൻഡ് ഫ്രം ദി ഫയറിംഗ് ലെവൽ ടു ദി 1/3 ഓഫ് ദി റീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീപോളറൈസേഷൻ ആൻഡ് ഏർലി റീപോളറൈസേഷൻ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏർലി റീപോളറൈസേഷന്റെ സമയത്ത് ഇന്നർ ചാനൽ ക്ലോസ്ഡ് ആണ്, ഇന്നർ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. നമ്മുടെ ഡീപോളറൈസേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഓപ്പൺ ആണ്. അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഔട്ടർ ഓപ്പൺ ആണ്, അവിടെ പിന്നെ ഫർദർ കൊടുത്തിട്ട് കാര്യമില്ല. സോ ആ ഡീപോളറൈസേഷൻ ഫേസും ഏർലി റീപോളറൈസേഷൻ ഫേസും അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരീഡ് ആണ്, റിഫ്രാക്ടറി പീരീഡ് ആണ്. സോഡിയം ചാനൽസിൽ ഇനാക്റ്റീവ് ഗേറ്റ് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ when stronger stimulus can produce another action potential. It extends from the 1/3 of the repolarization to the after depolarization. What do you mean by after depolarization? What do you mean by hyperpolarization? After depolarization എന്ന ഫേസ് ലേറ്റ് റീപോളറൈസേഷനിലുള്ള ഒരു ഫേസ് ആണ്. ഓക്കെ, പിന്നെ ലേറ്റ് റീപോളറൈസേഷൻ ആണ് ഈ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ സ്ട്രോങ് സ്റ്റിമുലസ് കിട്ടിയാൽ എന്ത് നടക്കാം മക്കളെ? വീണ്ടും എക്സൈറ്റ് ചെയ്യപ്പെടാം. സോഡിയം ചാനൽസ് ഇവിടെ ഓപ്പൺ ആരാണ്? ഇന്നർ ചാനൽ ഓപ്പൺ, ഔട്ടർ ആക്ടിവേഷൻ ഗേറ്റ് ക്ലോസ്ഡും ആണ്. ഓക്കെ, അതിനെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ വ്യത്യാസം മനസ്സിലാക്കി. ഇനി അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരീഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ കാർഡിയാക് മസിൽ. ഈ കാർഡിയാക് മസിലിന് ലോങ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരീഡ് ആണ്. ഇവരുടെ റിഫ്രാക്റ്റീവ് പീരീഡ് കുറച്ച് കൂടുതലാണ്. കാർഡിയാക് മസിലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ നമ്മൾ വരച്ചത് ഇങ്ങനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ? സോറി, ഒരു ലേറ്റന്റ് പീരീഡ് കയറി ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ കുറഞ്ഞു, ഇങ്ങനൊരു സാധനം. പക്ഷെ നമ്മുടെ കാർഡിയാക് മസിലിന്റെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ വരയ്ക്കുക. മനസ്സിലായോ? അവിടെ ഓൾറെഡി നല്ല എമൗണ്ടിൽ എന്ത് വരുന്നുണ്ട്? റിഫ്രാക്റ്റീവ് പീരീഡ് വരുന്നുണ്ട്. അപ്പൊ റിഫ്രാക്റ്റീവ് പീരീഡ് കൂടുന്നത് എന്തുകൊണ്ട്? കാർഡിയാക് മസിലിന്റെ റിഫ്രാക്റ്റീവ് പീരീഡ് കൂടുന്നു. നിന്റെ ശരീരത്തിൽ എല്ലാ സമയത്തും കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മസിൽ ഏതാ? കാർഡിയാക് മസിൽ. അപ്പൊ ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ സ്കെലറ്റൽ മസിലിന് എന്ത് സംഭവിക്കും? ഫറ്റീഗ് വരും, സ്പാസം വരും, വേദന വരും. പക്ഷെ കാർഡിയാക് മസിൽ ദിവസവും 24 മണിക്കൂർ, നീ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും സമയം ഇതെന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? ഇതിന് എന്താ പറയാ, കൺട്രാക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇത് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനൊരു തടസ്സം വരുന്നില്ല അൺടിൽ എന്തെങ്കിലും രോഗം വരുന്നത് വരെ. സോ ഒരു ടെറ്റനി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് കൺട്രാക്ഷൻസ് വരിക, ഒരു സ്പാസം ഒന്നും ആർക്കും വരുന്നില്ല, നമ്മുടെ ഈ മസിലിന് വരുന്നില്ല, കാർഡിയാക് മസിലിന് വരുന്നില്ല. സോ ദ കാർഡിയാക് മസിൽ പ്രിവെന്റ് ടെറ്റനി. എന്തുകൊണ്ടാ? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് പീരീഡ് അവിടെ കൂടുതലാണ്. അവിടെ എത്ര സ്റ്റിമുലസ് എക്സ്ട്രാ വന്നാലും അത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റിമുലസ് വന്നു, ഒരു റെസ്റ്റ് എടുത്തു, അടുത്ത സ്റ്റിമുലസിനെ കൺട്രാക്ട് ചെയ്യുള്ളൂ. അതിനൊരു നല്ലൊരു റെസ്റ്റിംഗ് പീരീഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ വർക്കിംഗ് അല്ല എഫിഷ്യന്റ് ആയിട്ട് നടക്കും. മനസ്സിലായോ? എന്നാൽ എന്തെങ്കിലും ഒരു രോഗം വന്നു എന്ന് വിചാരിക്കാം. ഒരു നോർമലി നമ്മൾ പറയാം, ഒരു ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാർട്ടാണെന്ന് വിചാരിക്കാം. ഈ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം SA നോഡ്, AV നോഡ്, ഇതാണ് കൺട്രാക്ട് തുടക്കം കുറിക്കുന്ന ആള്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കുറെ സിഗ്നൽസ് വരുന്നു, മസിൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, മസിൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെയും വേറൊരു എക്ടോപിക് ഏരിയ, എക്ടോപിക് എന്ന് പറഞ്ഞാൽ സൈറ്റ് അനദർ ദാൻ ദിസ് അല്ലെ, നോർമൽ അല്ലാത്ത വേറെ സൈറ്റിൽ നിന്നും കൂടി സിഗ്നൽസ് വരുന്നുണ്ട് വിചാരിക്കാം. അപ്പം ഈ സിഗ്നൽസ് വരുമ്പോൾ ഈ വരുന്ന സിഗ്നൽ വരുന്നത് നമ്മുടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡിലാണെന്ന് വിചാരിക്കുക. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയടാ? അനദർ സ്ട്രോങ് സ്റ്റിമുലസ് ക്യാൻ പ്രൊഡ്യൂസ് പുതിയൊരു AP, ഒരു അല്ലേ? കാരണം എന്താ? അവിടെ പുറത്തുള്ള ഗേറ്റ് മാത്രമാണ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പം അവിടേക്ക് ഈ ഒരു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡിൽ വരുമ്പോൾ ദർ വിൽ ബി കുറച്ചും കൂടി സ്റ്റിമുലസ് വരും അല്ലെ? ഓൾറെഡി ഇതൊരു പൾസ് ആണെന്ന് വിചാരിക്കും.
സോ മക്കളെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുന്നു, പൾസ് കിട്ടുന്നു, പക്ഷെ അതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ഒരു വേറൊരു സ്ഥലത്തുനിന്നും കൂടി എക്സ്ട്രാ സിഗ്നൽ വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? എക്സ്ട്രാ സിസ്റ്റോളി സംഭവിക്കും. ഒരു കൺട്രാക്ഷനോടൊപ്പം എക്സ്ട്രാ ഒരു കൺട്രാക്ഷനും കൂടി നടക്കും. ദാറ്റ് ഈസ് എക്സ്ട്രാ സിസ്റ്റോളി. സോ അതും കൂടി വേണമെങ്കിൽ ഇവിടെ ഒക്കർ ചെയ്യാം. അതൊരു എക്സാമ്പിൾ ആണ്. അത് അബ്സല്യൂട്ട് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡിൽ വരുന്നത് കൊണ്ടാണ്. That is extra systole. So the example for absolute refractive period, cardiac muscle long ആയിട്ടുള്ള absolute refractive period ഉണ്ട്. It prevent tetany. എന്നാൽ ഇവിടെ extra systole ഒരു എക്സാമ്പിൾ ഓഫ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് പീരീഡ് ആണ്. എക്സാമിന് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. വൈവക്കൊക്കെ എന്റെ ഫസ്റ്റ് ഇയർ വൈവയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നത്, ഫിസിയോളജി വൈവയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ എക്സ്ട്രാ സിസ്റ്റോളിയുടെ കൺസെപ്റ്റ്. ഓക്കെ, നൗ ലാസ്റ്റ് പോയിന്റ് എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എക്സാമിന് ഇതായിരിക്കും ചോദിക്കാം. മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. പല ആൾക്കാരും ഈ ഒരു പെട്ടി കാണാപ്പാടം പഠിച്ചിട്ട് നേരെ പോവുക ചെയ്യുക. പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്കറിയാം ആക്ഷൻ പൊട്ടൻഷ്യലും ഗ്രേഡഡ് പൊട്ടൻഷ്യലും. ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എന്താ? ഒന്നെങ്കിൽ ഡീപോളറൈസിങ് ആകാം, അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസിങ് ആകാം. സംശയമില്ലല്ലോ, നമ്മുടെ ഫോബിയ കുട്ടിയൊക്കെ എന്ത് സംശയം അല്ലെ? ഡീപോളറൈസിങ് ആണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അത് ഡീപോളറൈസിങ് ആവാൻ പാടുള്ളൂ അല്ലെ, സ്പൈക്കിലോട്ട് എത്തണം. ഇത് സ്മോൾ റെസ്പോൺസ് ആണ്, വലിയ പൊളാരിറ്റിയിലൊന്നും വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല, ചെറിയ സ്ഥലങ്ങളിലൊക്കെ അത് എത്തുന്നുള്ളൂ. ഇത് ലാർജ് റെസ്പോൺസ് ആണ്, മെമ്പറൈൻ പൊട്ടൻഷ്യലിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ലോക്കലൈസ്ഡ് ആണ്, നോൺ പ്രൊപ്പഗേറ്റഡ് ആണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് റിഡക്ഷൻ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഡെക്രിമെന്റ്, ഡീക്കേയിങ് നടക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. വെരി ഷോർട്ട് ഡിസ്റ്റൻസ് അത് പോവുള്ളൂ. ആക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പ്രൊപ്പഗേറ്റഡ് എൻറ്റയർ ലെങ്ത് ഓഫ് ദി എക്സൈറ്റബിൾ സെല്ല് വിത്തൗട്ട് ഡെക്രിമെന്റ്. അതിനൊരു കുറവൊന്നും കാണുന്നില്ല. കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടിയത് കറക്റ്റ് ആയിട്ട് എന്റെ ബ്രെയിനിൽ എത്തിച്ചു കൊടുക്കും. നെക്സ്റ്റ്, ഇവിടെ നമ്മൾ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് സ്റ്റിമുലസിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രേഡഡ് പൊട്ടൻഷ്യലിൽ എന്ത് സംഭവിക്കും? ആ സിഗ്നലിന്റെ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ കൂടും, സ്ട്രെങ്ത്തും കൂടും, പ്രൊപ്പഗേഷനും കൂടും. ഇവിടെ സൈസും ഷേപ്പും ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ഓർ നണ്ണിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു പർട്ടിക്കുലർ ഫയറിംഗ് ലെവലിൽ എത്തി അതൊരു പർട്ടിക്കുലർ ആക്ഷൻ പൊട്ടൻഷ്യൽ തരും. അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒന്നുമില്ല. അപ്പം 50 മാർക്ക് കിട്ടിയാലും പാസ്സാ, 70 മാർക്ക് കിട്ടിയാലും പാസ്സാ. മനസ്സിലായോ? നീ കൊടുത്ത സ്റ്റിമുലസ് 50 ആണെങ്കിലും 70 ആണെങ്കിലും പാസ്സാണോ ഫെയിൽ ആണോ എന്നേ നോക്കുള്ളൂ. 50 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ പാസ്, 70 ആണെങ്കിലും നീ പാസ്, 72 ആണെങ്കിലും നീ പാസ്, 85 ആണെങ്കിലും നീ പാസ്. മനസ്സിലായോ? പാസ് ഓർ ഫെയിൽ, അതാണ് ഇവിടെ നോക്കുന്നത്. അല്ലാതെ എന്തു നോക്കുന്നില്ല? വെദർ നിന്റെ മാർക്ക് എത്രയാണെന്നൊന്നും ഇവിടെ ഇപ്പം സംസാരിക്കുന്നില്ല. ഓക്കെ, സോ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ കേസ് അതാണ്, ഓൾ ഓർ നൺ ലോ. The size and shape of the action potential remains the same as it travels along the fiber. But നമ്മുടെ ഇതിന്റെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ has variable amplitude which is proportionate to the strength of the stimulus. സ്റ്റിമുലസ് കൂട്ടുമ്പോൾ ഇവിടുത്തെ എഫക്ട് കൂടും, സ്റ്റിമുലസ് കൂട്ടുമ്പോൾ എഫക്ട് കൂടും. സ്റ്റിമുലസ് ചെറുതാണെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡും കുറവായിരിക്കും. ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഒബേസ് ഓൾ ഓർ നൺ ലോ. The size of the action potential does not increase with increase in the stimulus strength. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 ആയാലും 70 ആയാലും പാസ്. നീ 70 ആണെന്ന് വിചാരിച്ച് ആ പാസിന് കുറച്ച് വ്യാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പാസ്. ഓക്കെ, മറ്റ് ഡസ് നോട്ട് ഒബേ ഓൾ ഓർ നൺ ലോ. ഓക്കെ, ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഒബേ ഓൾ ഓർ നൺ ലോ. ദെൻ ദി ആക്ഷൻ പൊട്ടൻഷ്യൽ എക്സിബിറ്റ്സ് റിഫ്രാക്ടറി പീരീഡ്, സോ ഇറ്റ് കനോട്ട് ബി സമ്മേറ്റഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പർട്ടിക്കുലർ റിഫ്രാക്ടറി പീരീഡ് വരുന്നുണ്ട്. ഡീപോളറൈസേഷൻ മുതൽ ഏർലി റീപോളറൈസേഷൻ 1/3 വരെ റിഫ്രാക്ടറി പീരീഡ് ആണ്. അപ്പം ആ ഒരു പീരീഡിൽ എത്ര ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നാലും സമ്മേഷൻ നടക്കില്ല. പക്ഷേ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ എക്സിബിറ്റ് സമ്മേഷൻ. 2 തരം സമ്മേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ. പിന്നെ ഡ്യൂറേഷൻ വെച്ചിട്ട് ജസ്റ്റ് പറയുന്നുള്ളൂ, ആലോചിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇതിൽ കുറച്ചും കൂടി മനസ്സിലാവാത്ത രൂപത്തിലാണ് ആംപ്ലിറ്റ്യൂഡ് പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ആട്ടോ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ. ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ ഇതും കൂടി ആലോചിക്കണം കേട്ടോ. ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് അല്ലെങ്കിൽ ലീക്കി അയോൺ ചാനൽസ് ആണ് ഇവിടെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഒന്ന് സ്റ്റിമുലസ് വരുമ്പോൾ ആ പർട്ടിക്കുലർ സൈറ്റിലെ സോഡിയം ലീക്കി ചാനൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് സോഡിയം കയറുന്നു. മറ്റോടത്ത് അങ്ങനെയല്ല. ഒരു 55 മില്ലി വോൾട്ട് എന്ന് പറയുന്ന ലെവൽ എത്തിയാൽ മാത്രം വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽസ് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ,
ദെൻ വെരി ലെങ്തി സെഷൻ ആണെന്നറിയാം. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. നോട്ടും കൂടി വെച്ച് നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാകും. ലെങ്തി ക്ലാസ് ആയിരിക്കും, പ്രശ്നമില്ല. അത് എപ്പോഴും എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും നമുക്ക്. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചാലേ കാര്യമുള്ളൂ. ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എത്ര സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുമോ എന്ന് പോലും നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ ഏറ്റവും മനസ്സിലാവുന്ന രൂപത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.